പലരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. ഇവിടെ മോട്ടർ വെച്ചാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ പോലും നമുക്കിത് മാനുവലായിട്ടും ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു ബട്ടൺ ഉണ്ട്, ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആകുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും സംശയം തോന്നുമായിരിക്കും, അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബട്ടൺ എന്തിനാണ്? ക്ലോസ് ആൻഡ് ഓപ്പൺ ചെയ്യാനാണെങ്കിൽ ഒരു ബട്ടൺ പോരെ. ഇനി ബൂട്ട് ഓപ്പൺ ചെയ്ത സമയത്ത് ഫുൾ ഓപ്പൺ ആകത്തില്ല, ഈ ഒരു പൊസിഷനിൽ നിന്ന് പോയി. വേറെ ഒന്നും കൊണ്ടല്ല, ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കൊടുത്തിരിക്കുന്നത് ചോദിച്ചാൽ, ഇതിപ്പോൾ ഞാൻ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒരു പ്രസ്സിന്, അതായത് അറിയാതെ ആരെങ്കിലൊക്കെ വന്ന് ചുമ്മാ ഇങ്ങനെ പ്രസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇത് ഓപ്പൺ ആവത്തില്ല. പവറിൻ്റെ കാര്യം, ഈ ഒരു കാര്യം നോക്കി വാഹനം ഓടിക്കാന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കമ്പനി പറയുന്ന ഒരു മൈലേജ് അഥവാ ഒരു 20 കിലോമീറ്റർ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കാര്യം നോക്കി വാഹനം ഓടിക്കുകയാണെങ്കിൽ കിട്ടുന്നതായിരിക്കും. അത് ക്ലോസ് ആയി വരെ നമുക്ക് കാണാൻ സാധിക്കും. യെസ്, പക്ഷേ അവൻ വന്നില്ല. അവൻ വരണമെങ്കിൽ ഒരു കാര്യം കൂടെ നിങ്ങൾ ചെയ്യണം. അപ്പം നമുക്ക് ഈ റിയർ വ്യൂ ഡിമ്മിങ് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ, ഇതിൻ്റെ ബാക്കിൽ ഒരു സെൻസർ വരുന്നുണ്ട്. അതായത് കാല് വെക്കുന്ന പോർഷൻ ശരിക്കും ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം കാല് ഒതുക്കി ഇത്രയൊക്കെ ഒരു ഒതുക്കിയാണ് വെക്കുന്നത്, എന്നാൽ ഇവിടെ നമുക്ക് ഇത്രയും നല്ല രീതിക്ക് കാല് വെച്ചിട്ട് ഇതിൻ്റെ മെമ്മറി ഫംഗ്ഷൻ നമ്മൾ പലപ്പോഴും ഈ ഒരു മോഡ് കാണാറുണ്ട്. 1 2 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, സെറ്റ് ഒന്നും കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് ശരിക്കും സെറ്റ് ചെയ്യുന്നത്? വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്തുകൊണ്ടാണ് ഒരു എയർ ഫിൽറ്റർ നമ്മുടെ ഗോ ഡ്രൈവറിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഒരു വാഹനത്തിന് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാർട്ടർ മോട്ടോർ അല്ല ഇതിനകത്ത്. ഹായ്, നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്ന് എൻ്റെ കൂട്ടത്തിലുള്ള ഈ ഒരു വലിയ വാഹനം നിങ്ങൾ കണ്ടോ? ഈ ഒരു വാഹനത്തിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി അഥവാ മൈലേജ് എത്രയാണെന്നറിയോ? 23.3 ആണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സംഭവിക്കും. ഇത്രയും വലിയൊരു വാഹനം, അതൊരു 2 ലിറ്റർ വാഹനം, 2000 cc വരുന്ന ഈ ഒരു വാഹനത്തിന് 23 കിലോമീറ്ററാണ് മൈലേജ്. യെസ്, നമ്മളിപ്പോൾ ഉള്ള നമ്മുടെ ടൊയോട്ട ഇന്നോവ ഹൈക്രോസിൻ്റെ കൂട്ടത്തിലാണ്. ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷമാണ് ഞാൻ പറഞ്ഞത്. ഹൈക്രോസ് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 2 വർഷം ആയിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പം എന്തുകൊണ്ട് ഞാൻ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വാഹനത്തിൻ്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ, ഇത് സാധാരണ ഒരു റിവ്യൂ വീഡിയോ എന്ന് വിചാരിക്കേണ്ട. കാരണം ടെക്നിക്കൽ സൈഡും കൂടെ കുറച്ച് ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് കൊണ്ടുവരുന്നുണ്ട്. അതായത് ഇതിൻ്റെ അകത്തുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം കൂടെ കൂട്ടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Tech Explorer. ഏതായാലും ഈ വാഹനത്തിനെ പെട്ടെന്നൊന്ന് പരിചയപ്പെട്ട് നമുക്ക് പോയേക്കാം. ഏതായാലും ഈ വാഹനത്തിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രില്ല് തന്നെയാണ്. ഈ ഗ്രില്ല് കാണുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഒരു ഹൈലൈറ്റ് അല്ലെങ്കിൽ ഈ വാഹനത്തിന് എടുത്ത് കാണിക്കുന്നതിൻ്റെ ഗ്രില്ല് തന്നെയാണ്. അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകുന്ന ഒരു ക്രോം എലമെൻറ്റ് കാണാൻ സാധിക്കും. ടൊയോട്ടയുടെ ഒരു വലിയ ലോഗോ കാണാൻ സാധിക്കും. തൊട്ട് താഴെ വരുന്നൊരു 360 ഡിഗ്രിയുടെ ഫ്രണ്ട് ക്യാമ നമുക്ക് കാണാൻ സാധിക്കും. അത് കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ താഴോട്ട് പോകുമ്പോൾ 4 പാർക്കിംഗ് സെൻസേഴ്സ് കാണാൻ സാധിക്കും. അതായത് 1 2 3 4 പാർക്കിംഗ് സെൻസേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു ഫോഗ് ലാമ്പിൻ്റെ ഏരിയ, ഫോഗ് ലാമ്പ് ഇല്ല, പക്ഷേ ആ ഫോഗ് ലാമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട്. LED ഫോഗ് ലാമ്പ്സ് ആണ് വരുന്നത്. താഴെ ഒരു സ്കിഡ് പ്ലേറ്റ് കാണാൻ സാധിക്കും. നല്ല വലിയൊരു എയർ ഡാം ഇവിടെയും ഇവിടെയായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സും DRLും കൂടെ ഒന്നിച്ച് വന്നിരിക്കുന്ന ഒരു കോമ്പിനേഷനാണ്. അതും ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റിൽ തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്ന രീതിയാണ് ഇവിടെ വരുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഹെഡ്ലൈറ്റ് കാണാൻ സാധിക്കും. ഒരു ട്രൈ ഐ LED ആണ് വരുന്നത്. 3 LED ലൈറ്റ്സ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് നമുക്കിവിടെ മിസ്സിംഗ് ആണ്. ഇതിൻ്റെ ബേസ് വേരിയൻറ്റിൽ കാണും. ഇൻഡിക്കേറ്റേഴ്സും കൂടെ ഇതിൽ തന്നെയാണ് വരുന്നത്. നമുക്ക് ഈ സൈഡിലൊരു ഗ്രേ എലമെൻറ്റും കൂടെ, ക്രോം അല്ല, ഒരു ഗ്രേ എലമെൻറ്റും കൂടെ 2 സൈഡിലായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി സൈഡിലത്തെ കാഴ്ചകൾ നോക്കുമ്പോഴത്തേക്കും വലിയൊരു വീൽ ആർച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും. ടയറിൻ്റെ സൈസ് വരുന്ന 225 50R 18 ഇഞ്ചാണ് നമുക്ക് ടയർ കാണാൻ സാധിക്കുന്ന ഒരു ഗ്രേ അലോയ് വീലാണ് വരുന്നത്. അതിൽ നമുക്ക് TPMSും വരുന്നുണ്ട്. TPMSൻ്റെ സെൻസറും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ ഡിസ്ക് ബ്രേക്കാണ് നമുക്ക് ഫ്രണ്ടും ബാക്കും അവൈലബിൾ ആയിട്ടുള്ളത്. സൈഡിലോട്ട് പോകുമ്പോൾ ഒരു നല്ലൊരു ഹൈബ്രിഡ് ലോഗോ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ മിറേഴ്സ് കാണാൻ സാധിക്കും. മിറേഴ്സിൻ്റെ കൂട്ടത്തിൽ ഇൻഡിക്കേറ്റേഴ്സും താഴെ ഒരു 360 ഡിഗ്രി ക്യാമറയും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ലൈറ്റും കൂടെ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഒരു വെൽക്കം ലൈറ്റും കൂടെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കിട്ടുന്നുണ്ട്. അത് കഴിയുമ്പോൾ സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും ഡോർ ഹാൻഡിൽസ് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ടച്ച് ടൈപ്പ് റിക്വസ്റ്റ് സ്വിച്ചും കാണാൻ സാധിക്കും. ഡോർ ഹാൻഡിൽ നമ്മൾ ലോക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോക്ക് ആകുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അൺലോക്ക് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് നമ്മുടെ ഹാൻഡിലിലോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനം പിന്നെ അൺലോക്ക് ആകുന്നതായിരിക്കും. പക്ഷേ കീ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് ഡിറ്റക്ഷൻ ഈ ഒരു മിററിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ബ്ലൈൻഡ് സ്പോട്ടിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. വാഹനം നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്ക് സൈഡിൽ നിന്നൊക്കെ ഏതെങ്കിലും വാഹനം കയറി വരികയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് അവിടെ ലൈറ്റ് കത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വാഹനത്തിനകത്ത് ഇരുന്ന് തന്നെ റൈറ്റും ലെഫ്റ്റും സൈഡിൽ ഏതാണ് ബ്ലൈൻഡ് സ്പോട്ട് വരുന്നത് വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. അത് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു മിറേഴ്സ് നമുക്ക് ഗ്ലാസസ് കാണാൻ സാധിക്കും. വൈഡ് ഓപ്പൺ ഗ്ലാസ് തന്നെയാണ് വരുന്നത്. ഇവിടെ ക്വാർട്ടർ ഗ്ലാസ് ആണെങ്കിലും ബാക്കി വരുന്ന ഈ സി പില്ലറിൻ്റെ ഗ്ലാസ് ആണെങ്കിൽ പോലും നല്ല രസമായിട്ട്, കാരണം തേർഡ് റോയിൽ ഇരിക്കുന്ന ആൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. റിക്വസ്റ്റ് സ്വിച്ച് ഫ്രണ്ട് റൈറ്റ് സൈഡും ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിലും മാത്രം അവൈലബിൾ ആയിട്ടുള്ളൂ. കയറിയാണ് നമ്മുടെ ടെയിൽ ലൈറ്റ് വരുന്നത്. ഇതെല്ലാം LED ലൈറ്റ് തന്നെയാണ് വരുന്നത്. അതായത് പാർക്കും ബ്രേക്കും LED ആണ് വരുന്നത്. പക്ഷേ റിവേഴ്സും ഇൻഡിക്കേറ്ററും വരുന്നത് നോർമൽ ഹാലജൻ ബൾബാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പാർക്ക് ലൈറ്റ് ആണ്. ബ്രേക്ക് ഒന്ന് അപ്ലൈ ചെയ്തു, റിവേഴ്സലായി ബ്രേക്ക് എന്ന കാലെടുത്ത് ബ്രേക്ക് അപ്ലൈ ചെയ്തു, സാഡ് കാണും. അതുപോലെ തന്നെ നമുക്ക് ബാക്കിലത്തെ കാഴ്ചകൾ കാണുമ്പോഴത്തേക്കും ഏറ്റവും മേളിലായിട്ടൊരു ഷാർക്ക് ഫിൻ ആൻറ്റിന കാണാൻ സാധിക്കും.
ഷാർക്ക് ഫിൻ ആൻറ്റിന കഴിഞ്ഞാൽ ഒരു ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ റിയർ ഡീഫോഗേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും വിത്ത് വൈപ്പർ, അതിൻ്റെ ഒരു വാഷർ സ്പ്രേ ഇതിൻ്റെ മേളിൽ നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ തൊട്ട് താഴെ ഒരു ടൊയോട്ടയുടെ ലോഗോ കാണാൻ സാധിക്കും. കുറച്ചുകൂടെ താഴോട്ട് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ഒരു സ്വിച്ച് കാണാൻ സാധിക്കും. അതായത് നമ്മുടെ ബൂട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ള സ്വിച്ച് കാണാൻ സാധിക്കും. 2 ലൈസൻസ് ലാമ്പും കാണാൻ സാധിക്കും. ഒരു 360 ഡിഗ്രി ക്യാമറ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ 4 സെൻസേഴ്സ് വരുന്നുണ്ട്. 1, 2, 3, 4 പാർക്ക് സെൻസേഴ്സും വരുന്നുണ്ട്. ഇന്നോവ എന്ന് എഴുതിയിട്ടുണ്ട്. ഹൈ ക്രോസിൻ്റെ ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വേരിയൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ZX ഓപ്ഷനിലാണ് വരുന്നത്. ഹൈബ്രിഡ് ആണ് ഈ ഒരു വാഹനം വരുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. താഴെ ഒരു സ്കിഡ് പ്ലേറ്റ് നമുക്ക് കാണാൻ സാധിക്കും. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. ഒരു ബ്ലാക്കും സിൽവറും ഫിനിഷ് വരുന്ന നല്ല രസമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. താഴെ നമ്മുടെ സ്പെയർ വീലും കാണാൻ സാധിക്കും. ഇത് ഇലക്ട്രിക് ടെയിൽ ഗേറ്റ് ആണ് വരുന്നത്. അതായത് മോട്ടർ അസിസ്റ്റ് വരുന്ന ടൈപ്പാണ്. പക്ഷേ പലരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. ഇവിടെ മോട്ടർ വെച്ചാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ പോലും നമുക്കിത് മാനുവലായിട്ടും ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ടെയിൽ ഗേറ്റ് ഇപ്പം ഓപ്പൺ ആകുന്ന രീതി നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഇലക്ട്രിക് ആയിട്ടാണ് ഓപ്പൺ ആയിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആകുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും സംശയം തോന്നുമായിരിക്കും അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബട്ടൺ എന്തിനാണ്. ക്ലോസ് ആൻഡ് ഓപ്പൺ ചെയ്യാനാണെങ്കിൽ ഒരു ബട്ടൺ പോരെ. പക്ഷേ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ക്ലോസ് ആയി കഴിഞ്ഞിട്ട് തന്നെ അത് ലോക്കിലോട്ട് കയറുന്നത് കണ്ടോ. യെസ്, അത് സീറ്റ് ആയിട്ടുണ്ട്. ബൂട്ട് തുറന്ന് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ബൂട്ട് സ്പേസ് ഏകദേശം 331 ലിറ്റർ ആണ് വരുന്നത്. നമുക്കിതൊക്കെ അഡീഷണൽ ആയിട്ട് വരുന്ന മാറ്റാണ്. തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജാക്ക് കാണാൻ സാധിക്കും, ഫ്ലെക്ടർ ട്രാങ്കിൾ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് താഴത്തെ സ്പെയർ വീൽ അഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ക്യാപ്പ് ഇതിൻ്റെ അടിയിലുണ്ട്. അത് നമുക്ക് ഇവിടുന്ന് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹെഡ് റെസ്റ്റ് ഇവിടെ ഇരിക്കുന്നത് കാണാൻ സാധിക്കും. അതായത് 3rd റോയിൽ ബാക്ക് സെൻറ്ററിൽ ഇരിക്കുന്ന ആൾക്ക് വേണ്ടിയുള്ള ഹെഡ് റെസ്റ്റ് ആണ്. നമുക്കിത് ഊരി ഇവിടെ കൊടുക്കാൻ സാധിക്കും. പിന്നെ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ മാറ്റി വെച്ചേക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാൻ സാധിക്കും നമ്മുടെ റിയർ വ്യൂ മിറർ. ആ റിയർ വ്യൂ മിററിലെ ഒരു ബ്ലോക്ക് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു തടസ്സം വരാൻ വേണ്ടിയിട്ട് സാധ്യതയുള്ളതുകൊണ്ടാണ് ഇവരെ ഊരി ഈ സൈഡിലോട്ട് വെച്ചിരിക്കുന്നതിൻ്റെ പ്രധാന കാര്യം. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു സബൂഫറും കൂടെ കാണാൻ സാധിക്കും. JBLൻ്റെ ആണ്, വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു 9 സ്പീക്കർ വരുന്നതാണ് ടോപ്പ് വേരിയൻറ്റ് വരുന്ന 9 സ്പീക്കർ. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ലൈറ്റ് കാണാൻ സാധിക്കും. എന്തെങ്കിലുമൊക്കെ സാധനം എടുക്കാനൊക്കെ ആയിട്ട് രാത്രി വരുന്ന സമയത്ത് വെട്ടം കാണാൻ വേണ്ടി ഇവിടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. LED ആക്കായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊരു സജഷൻ കൂടെയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ സീറ്റ് ഫോൾഡ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ഇതിങ്ങനെ മടക്കി ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിക്ക് നമ്മുടെ ബൂട്ട് സ്പേസ് കൂട്ടാൻ സാധിക്കും. ഏകദേശം 990 ലിറ്ററോളം നമുക്കിത് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. 2 സീറ്റും കൂടെ ഫോൾഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ബൂട്ടിൻ്റെ ഈ 2 സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ക്ലോസ് ചെയ്യാനുള്ള സ്വിച്ച് തന്നെയാണ്. ഇത് ക്ലോസ് ആൻഡ് ലോക്ക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു കാര്യത്തിൽ നമുക്ക് മനസ്സിലാവും. ലോക്ക് എന്ന് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ വാഹനത്തിനെ ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കീ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഈ ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഇത് ക്ലോസ് ആകുന്ന കൂട്ടത്തിൽ തന്നെ ഇത് ലോക്ക് ആകുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ബീപ്പ് സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. ഇതിൻ്റെ അടുത്ത് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ മാറി നിൽക്കുക എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ വാഹനം ലോക്ക് ആയിട്ടുണ്ട്. ഈ ഒരു ബാക്ക് തുറക്കുന്നതിന് മുൻപ് ഇത് കണ്ടോ, ഈ വാഹനം ലോക്ക് ഉൾപ്പെടെ ആയിട്ടുണ്ട്. നമുക്ക് ബൂട്ടിൽ നിന്നൊരു സാധനം എടുത്തതിന് ശേഷം നമ്മളത് ലോക്കാക്കി പോകുന്ന രീതി തന്നെയാണ് ഇവിടെ കാണുന്നത്. എന്നാൽ ഒന്നുകൂടെ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താക്കോല് നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് ഏകദേശം ഒരു റിക്വസ്റ്റ് സ്വിച്ചിൻ്റെ ഒക്കെ ഒരു ഫംഗ്ഷൻ പോലെ തന്നെയാണ് അത് സാധിക്കുന്നത്. അതായത് പ്രസ് ചെയ്യുന്ന കൂട്ടത്തിൽ താക്കോല് കയ്യിലുള്ളതുകൊണ്ട് അത് ഓപ്പൺ ആയിട്ടുണ്ട്. ഞാനൊരു ചെറിയൊരു സെറ്റിംഗ് നമ്മുടെ ക്ലസ്റ്റർ മീറ്ററിൽ ചെയ്തിട്ടുണ്ട്. അത് തന്നെ നമുക്ക് ഇവിടെയും ചെയ്യാൻ സാധിക്കും. പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഇനി ഈ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇനി ഈ ബൂട്ട് ഓപ്പൺ ചെയ്ത സമയത്ത് ഫുൾ ഓപ്പൺ ആകത്തില്ല. ഈ ഒരു പൊസിഷനിൽ നിന്ന് പോയി. വേറൊന്നും കൊണ്ടല്ല. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കൊടുത്തിരിക്കുന്നത് ചോദിച്ചാൽ ഇതിപ്പോൾ ഞാൻ 2nd സ്റ്റേജ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 3rd ഉണ്ട്, 4th ഉണ്ട്, 5th ഉണ്ട്. അങ്ങനെ 5 സ്റ്റേജ് ഓഫ് സെറ്റിംഗ് ആണ് ഈ ഒരു ബൂട്ടിൽ നമുക്ക് കിട്ടുന്നത്. ഇത് വേറൊന്നും കൊണ്ടല്ല ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇലക്ട്രിക് ടെയിൽ ഗേറ്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വാഹനങ്ങളൊക്കെ എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യുന്ന സമയത്ത് മേളത്തെ പോർഷൻ, അതായത് ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ മേളിൽ വന്ന് മുട്ടാനോ അല്ലെങ്കിൽ നമ്മളിത് ചേർത്ത് നിർത്തുന്ന സ്ഥലത്ത് ചിലപ്പോൾ തട്ടാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്തിടാൻ സാധിക്കും ഏതൊരു ഹൈറ്റിൽ ഈ ഒരു ബൂട്ട് ഓപ്പൺ ആകണം എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിനാണ് ഈ ഒരു രീതി കൊടുത്തിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ക്ലസ്റ്റർ മീറ്ററിലാണ് ഈ ഒരു സെറ്റിംഗ് വരുന്നത്. കീ ഓൺ ആക്കുക. അത് കഴിഞ്ഞ് നമ്മളിതെല്ലാം ബാക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സെറ്റിങ്സിലോട്ട് വരിക. സെറ്റിങ്സ് എടുത്തതിന് ശേഷം, സെറ്റിങ്സ് എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ദേ താഴോട്ട് പോയിട്ട് വെഹിക്കിൾ സെറ്റിങ്സ് ഓക്കെ പ്രസ് ചെയ്ത് പിടിക്കണം. സെറ്റിങ്സ് വന്നു. അതിനകത്ത് PBD ഒന്നുകൂടെ പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അത് ഓൺ ഓഫ് സെറ്റ് ചെയ്യാൻ പറ്റും. ഓപ്പണിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം 3 ആണ്. അത് ഞാൻ 2 ആക്കി, 3 ആക്കി, 4 ആക്കി. അപ്പോൾ നമുക്കിവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും എത്രയാണ് അത് വന്ന് നിൽക്കുന്നത്. കണ്ടോ, 1 2 3 4 5 ഇത് ഫുള്ള്. ഓക്കെ, അപ്പം ഞാനിത് ഫുള്ളാക്കി ഇടുകയാണ്. ഫുള്ളാക്കി സെറ്റ് ചെയ്തു. ഇനി ഇത് ഓഫ് ഞാൻ ചെയ്യുകയാണ്. ഇനി എന്താ സംഭവിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഇലക്ട്രിക് ടെയിൽ ഗേറ്റ് കട്ട് ചെയ്ത് ഇലക്ട്രിക്കൽ എനിക്ക് വേണ്ട, നോർമൽ മാനുവലായിട്ട് വർക്ക് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ ഇത് സാധാരണ ഒരു സ്വിച്ചായിട്ട് തന്നെ വർക്ക് ചെയ്യും. ഞാനിത് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇത് ഓപ്പണായി. ഇനി ഞാൻ കൈകൊണ്ട് തന്നെ ഇത് പൊക്കി എനിക്ക് വേണ്ട ഒരു ഹൈറ്റിൽ
ഞാൻ വെക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു രീതി നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി ഞാനിത് പഴയതുപോലെ ഒന്ന് ആക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം. ഇനി ജസ്റ്റ് ഒരൊറ്റ പ്രസ്സിൽ തന്നെ ഞാൻ ആ സൗണ്ട് ഇച്ചിരി കൂട്ടിയിട്ടുണ്ട്. കാരണം ബാക്കിൽ നിൽക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവണം ഈ ടെയിൽ ഗേറ്റ് ഓപ്പൺ ആകുകയാണെന്നുള്ള. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഈ രണ്ട് സ്വിച്ചിൻ്റെയും ഫംഗ്ഷൻ മനസ്സിലായിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഈ ഒരു ബൂട്ടിനെ നമുക്ക് ക്ലസ്റ്റർ മീറ്ററിൽ സെറ്റ് ചെയ്യാന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ആൻറ്റി പിഞ്ചിങ് കൂടെ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അതായത് ഇപ്പോൾ ഈ ഡോർ തുറന്ന് വരികയാണ്. ഇവിടെ എന്തെങ്കിലും ഒരു തടസ്സം വന്ന് തട്ടിക്കഴിഞ്ഞാൽ ഇതവിടെ സ്റ്റോപ്പാണ്. കണ്ടോ, സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ഇനി ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ബട്ടൺ നമുക്ക് പ്രസ് ചെയ്യാം. ബാലൻസ് പിന്നെ പൊങ്ങി വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരാൾ ഇവിടെ ഇപ്പോൾ സാധനം വെച്ചുകൊണ്ടിരിക്കുകയെന്ന് വെച്ചോളൂ. അവിടെ ഒരാൾ ഇത് പ്രസ് ചെയ്തു. ഈ ഡോറിന് അറിയാൻ സാധിക്കത്തില്ല ഇവിടെ ഒരാൾ നിൽപ്പുണ്ടെന്ന്. അങ്ങനെ വരുന്ന സമയത്ത് ഇതിപ്പോൾ ഇങ്ങനെ അടയാന്ന് വെച്ചോ, ഈ സൗണ്ട് വരുമ്പോൾ അവർക്ക് അറിയാൻ പറ്റും. ഇനി ഇതുപോലെ ഒരു തടസ്സം, അതായത് ഇപ്പോൾ ചെറിയ തട്ടല്ല എന്നാൽ ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ സ്റ്റോപ്പ് ആവുന്നതായിരിക്കും. ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. ഒരു തടസ്സമായിട്ട് തന്നെ വരണം. അതായത് ചെറുതായിട്ട് ഇങ്ങനെ തട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു തടസ്സമായിട്ട് തന്നെ വരണം. ഒന്നുകൂടെ നമുക്ക് നോക്കിയേക്കാം. ഞാനിത് ക്ലോസ് ചെയ്യാണ്. എന്നിട്ട് ഇതുപോലെ സ്റ്റോപ്പ്. ഒരു തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡോറ് ലോക്ക് ആകുന്നതായിരിക്കും. നമുക്ക് ഏതായാലും വാഹനത്തിനകത്തെ വിശേഷം കൂടെ ഒന്ന് നോക്കാം. ഏതായാലും ആദ്യം തന്നെ നമുക്ക് ഡോർ പാഡ് തുറക്കുമ്പോൾ കാണുന്ന കുറച്ച് വിശേഷങ്ങളൊന്ന് പറഞ്ഞാൽ, ഡ്രൈവർ സൈഡിലെ ഡോർ പാഡിലെ ആദ്യത്തെ മെയിൻ ഹൈലൈറ്റ് ഈ കാണുന്ന മെമ്മറി ഫംഗ്ഷനാണ്. അതായത് നമ്മുടെ സീറ്റിൻ്റെ മെമ്മറി ഫംഗ്ഷൻസ് ആണ്. അത് രണ്ട് മെമ്മറി ഫംഗ്ഷൻ, രണ്ട് പേർക്ക് നമുക്കിത് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു മെമ്മറി ഫംഗ്ഷൻ കാണുമ്പോൾ നമുക്ക് കൃത്യം മനസ്സിലാവും നമ്മുടെ ഡ്രൈവർ സൈഡിലെ സീറ്റ് 8 വേ ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്ന സീറ്റ് തന്നെയാണ്. അതായത് ഫ്രണ്ടിലോട്ട് പോകാനാണെങ്കിലും ബാക്കിലോട്ട് പോകാനാണെങ്കിലും താഴോട്ട് പോകാനാണല്ലോ, തൈ സപ്പോർട്ട് സെറ്റ് ചെയ്യാനാണെങ്കിലും കേട്ടോ, തൈ സപ്പോർട്ട് സെറ്റ് ചെയ്യാം. ഹൈറ്റ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ചാര് റിക്ലൈൻ ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഇത്രയും 8 വേ അഡ്ജസ്റ്റബിൾ ആണ് നമുക്കിവിടെ സീറ്റ് കിട്ടുന്നത്. സീറ്റിൻ്റെ മെമ്മറി ഫംഗ്ഷൻ നമ്മൾ പലപ്പോഴും ഈ ഒരു മോഡ് കാണാറുണ്ട്. 1 2 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, സെറ്റ് എന്നും കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഇത് ശരിക്കും സെറ്റ് ചെയ്യുന്നത്? വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് വേണ്ട രീതി ഏതാണ്? ഞാനിത് ഇത്രയും ഫ്രണ്ടിലോട്ട് ആക്കുകയാണ്. നിങ്ങൾ നോക്കിക്കോട്ടെ, എൻ്റെ മുട്ട ഇവിടെ വന്ന് തട്ടുന്ന രീതിക്ക് ഞാൻ സെറ്റ് ചെയ്തേക്ക്. ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് സെറ്റ് ചെയ്തതിന് ശേഷം ഇത് ഒന്നാമത്തെ ഇതിലോട്ട് ഞാൻ സെറ്റ് ചെയ്യണം. ആദ്യം ഞാൻ ഇവിടെ സെറ്റിലോട്ട് ഞാനൊന്ന് പ്രസ് ചെയ്തു. അതിനുശേഷം ഇത് പ്രസ് ചെയ്ത് പിടിക്കുകയാണ്. ഒരു ബീപ്പ് സൗണ്ട് കേട്ടു. അതിനുശേഷം ഞാൻ ഈ വാഹനം ഓഫ് ചെയ്യാണ്. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പഴയ പൊസിഷനിലോട്ട്, അതായത് എനിക്ക് ഇറങ്ങത്തക്ക രീതിയിലുള്ള മീൻസ് പഴയ പൊസിഷനിലോട്ട് ഇത് മാറുന്നതായിരിക്കും. ഞാൻ ഈ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പിന്നെയും കയറിയിരുന്നു. ബ്രേക്ക് അപ്ലൈ ചെയ്ത് പവർ ഓൺ ചെയ്തു. പവർ ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു സീറ്റ് ഇപ്പം വന്ന് നിൽക്കുന്ന സെക്കൻഡ് പൊസിഷനിലോട്ടാണ്. ഞാൻ ഫസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തു. എൻ്റെ കറക്റ്റ് പൊസിഷൻ കണ്ടോ, ആ മുട്ടിടിച്ച് നിൽക്കുന്ന ആ ഒരു രീതിയിലോട്ട് ഇത് സെറ്റ് ആയിരിക്കുകയാണ്. ഇനി എനിക്ക് ഈ പൊസിഷൻ വേണ്ട, എനിക്ക് ഈ ഒരു പൊസിഷൻ മതി. ഞാൻ ഇത്രയും മാറ്റിയിട്ട് സെറ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ സെറ്റ് പ്രസ് ചെയ്തിട്ട് ഈ ഒരു ബട്ടൺ ഒരു തവണ ബീപ്പ് അടിച്ച് കഴിഞ്ഞാൽ സെറ്റാണ്. ഇനി ഞാൻ ഈ വാഹനം ഒന്ന് ഓഫ് ചെയ്തു. ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇറങ്ങാൻ വേണ്ടി നേരെ ബാക്കിലോട്ട് മാറുന്നു മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ ഈ വാഹനത്തിൽ കയറി കഴിഞ്ഞ് ഒന്നുകൂടെ പവർ ഓൺ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് പവർ ഓൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് വേണ്ട ആ സെറ്റിങ്ങിലോട്ട് വന്ന് നിൽക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മളൊരു വാഹനത്തിൻ്റെ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ മിറേഴ്സ് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ, അത് നമുക്ക് നോർമലായിട്ട് ഫോൾഡ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ, ഓട്ടോ ഇട്ട് കഴിഞ്ഞാൽ ലോക്ക് ചെയ്യുന്ന സമയത്ത് ഫോൾഡ് ചെയ്യുന്നതായിരിക്കും. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഫോൾഡ് ആകുന്നതായിരിക്കും. അതുപോലെ തന്നെ മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി റൈറ്റ് ലെഫ്റ്റ്, പിന്നെ ലോക്ക് ആൻഡ് അൺലോക്കിൻ്റെ ബട്ടൺസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. മിറർ ലോക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 4 പവർ വിൻഡോയുടെ സ്വിച്ച് കാണാൻ സാധിക്കും. ഇതെല്ലാം ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ ഫീച്ചർ വരുന്ന മോഡൽ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് വാഹനത്തിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഈ ഒരു കളർ തീം ഒരുപാട് രസകരമായിട്ട് തോന്നും. കാരണം ഡാഷ്ബോർഡിൽ വരുന്ന ഈ ഒരു ലെതർ ഫിനിഷും ഈ ഒരു സീറ്റിന് വരുന്ന എല്ലാം ഒരേ ടോൺ കളേഴ്സ് തന്നെയാണ്. ഒരു ബർഗണ്ടി കളേഴ്സ് പോലെ തന്നെയാണ് നമുക്കിവിടെ കംപ്ലീറ്റ് ഇൻറ്റീരിയേഴ്സ് കിട്ടുന്നത്. പക്ഷേ മേളിലോട്ടൊക്കെ വൈറ്റ് ആകുകയാണ്. അതും കൂടെ ബ്ലാക്ക് ആയിരുന്നെങ്കിൽ കാണാനൊരു അടിപൊളി ഫീൽ കിട്ടിയേനെ. പക്ഷേ ബേസ് വേരിയൻറ്റിലൊക്കെ നമുക്ക് ബ്ലാക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കിവിടെ മേളിലായിട്ട് ഒരു ട്യൂട്ടർ കാണാൻ സാധിക്കും. ഇവിടെ മേളിൽ ഒരു സ്പീക്കർ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഡോറിൽ ഒരു സ്പീക്കർ കാണാൻ സാധിക്കും. അപ്പം 9 സ്പീക്കേഴ്സ് എങ്ങനെ വന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. 1 2 3 ഇവിടെ തന്നെ 3 6 7 8 1 9 ബാക്കിൽ നമ്മൾ കണ്ട സബ് വൂഫർ. ഇത്രയും സ്പീക്കേഴ്സ് കൂടുമ്പോഴാണ് 9 സ്പീക്കർ ഈ ഒരു വാഹനത്തിൽ നമുക്ക് കിട്ടുന്നത്. നല്ലൊരു ഡെഡ് പെഡലാണ് നമ്മുടെ ഈ സൈഡിൽ വരുന്നത്. അതുകൊണ്ട് നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ ലെഫ്റ്റ് ലെഗ് വെക്കാൻ സാധിക്കുന്നുണ്ട്. റൈറ്റ് ലെഗ് മാത്രം മതി, കാരണം ഇതൊരു ഓട്ടോമാറ്റിക് വാഹനമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇനി സ്റ്റിയറിങ്ങിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കൂടെ നോക്കാം. ഇത് ടിൽറ്റും ടെലിസ്കോപ്പിക്കും അവൈലബിൾ ആണ്. ടിൽറ്റും ഉണ്ട്, ടെലിസ്കോപ്പിക്കും ഉണ്ട്. അപ്പം നമുക്ക് ഏത് രീതിക്ക് വേണ്ടത് ഇത് സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഈ ഒരു സൈഡ് തൊട്ട് തന്നെ തുടങ്ങാം. ഇവിടെ ഒരു കപ്പ് ഹോൾഡർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മേളിലാണ് ഇരിക്കുന്നത്. കൂൾഡാന്ന് വേണമെങ്കിൽ പറയാം, കാരണം AC വെൻറ്റിൻ്റെ തൊട്ട് മേളിലിരിക്കുന്നതുകൊണ്ട് ഇവിടെ വെക്കുന്ന എന്താണെങ്കിലും കൂളാകുന്നതായിരിക്കും. ജസ്റ്റ് നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം. അതുപോലെ തന്നെ ഓട്ടോ ഹെഡ്ലൈറ്റ് വേണമെങ്കിൽ നമുക്ക് ഓൺ ചെയ്യാൻ സാധിക്കും. നമ്മൾ തുടക്കം പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. നമുക്ക് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ സെൻസർ കാണാൻ സാധിക്കും. അഡാസ് അല്ലെങ്കിൽ പോലും ഏകദേശം അഡാസിൻ്റെ സെയിം ഫീച്ചേഴ്സ് എല്ലാം കിട്ടുന്ന ഒരു മോഡലാണ് നമുക്കിവിടെ
കൃത്യമായിട്ട് ടൊയോട്ട കൊടുത്തിരിക്കുന്നത്. അതായത് നമുക്കിതിനകത്ത് ലെയിൻ കീപ്പ് അസിസ്റ്റും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഡ്രൈവിങ്ങിൻ്റെ ടൈമിൽ വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റിംഗ് ഫംഗ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബൂട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒരു പ്രസ്സിന്, അതായത് അറിയാതെ ആരെങ്കിലൊക്കെ വന്ന് ചുമ്മാ ഇങ്ങനെ പ്രസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇത് ഓപ്പൺ ആവത്തില്ല. ബൂട്ട് പ്രസ് ചെയ്ത് പിടിച്ചാൽ മാത്രം അത് ഓപ്പൺ ആകത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്കിത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ആരെങ്കിലും ചുമ്മാ 1-2 വട്ടെങ്കിലും ജസ്റ്റ് പ്രസ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും ആകത്തില്ല. അതും പ്രസ് ചെയ്ത് പിടിച്ചാൽ മാത്രം ക്ലോസ് ആകുന്നതായിരിക്കത്തുള്ളൂ. പക്ഷേ ഇതൊരു നല്ല അഡ്വാൻറ്റേജ് ആണെന്ന് ഞാൻ പറയും. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസ്റ്റമർക്ക് വാഹനത്തിനകത്ത് ഇരുന്നുകൊണ്ട് തന്നെ ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ആൻറ്റി പിഞ്ചിങ് ഫീച്ചറും ഈ പറയുന്ന ഒരു ബൂട്ടിന് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരാൾ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് ഈ ഒരു ബൂട്ട് വന്ന് ക്ലോസ് ആവുകയാണ്, അതായത് വാഹനത്തിനകത്ത് ഇരിക്കുന്ന ആൾ ശ്രദ്ധിക്കാതെ ക്ലോസ് ചെയ്യുകയാണെങ്കിലും വന്ന് തട്ടി തിരിച്ചു പോകും. അതും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വാഹനത്തിൻ്റെ തൊട്ട് താഴെ വരുന്ന ഫ്യൂവലിൻ്റെ ലിഡ് കാണാൻ സാധിക്കും. ഫ്യൂവൽ ഓപ്പൺ ചെയ്യാനുള്ള ലിഡ്, തുറക്കേണ്ട ലിഡ്. അത് കഴിഞ്ഞ് നമ്മുടെ ക്ലസ്റ്റർ മീറ്ററാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. റൈറ്റിൽ നമുക്ക് കുറച്ച് മാനുവലായിട്ടുള്ള ഗേജസ് കാണാൻ സാധിക്കും. ലെഫ്റ്റ് സൈഡിൽ ഒരു മാനുവലായിട്ടുള്ള ഗേജ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു 7 ഇഞ്ചിൻ്റെ TFT സ്ക്രീനും നമുക്കിവിടെ കാണാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് അറിയാൻ സാധിക്കും. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്റ്റിയറിംഗ് വീല് കാണാൻ സാധിക്കും. ഒരുപാട് ഫീച്ചേഴ്സ്, അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ അഡാസിന് വരുന്ന പോലത്തെ എല്ലാ ഫീച്ചേഴ്സും തന്നെ നമുക്കിവിടെ വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ, ലെയിൻ കീപ്പ് അസിസ്റ്റ്, മോഡ്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ സ്റ്റീരിയോയുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ മോഡും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഇപ്പുറത്തോട്ട് വരികയാണെങ്കിൽ നമുക്ക് ക്ലസ്റ്റർ മീറ്ററിൻ്റെ കുറച്ച് സെറ്റിങ്സും വോയിസ് കമാൻഡ് കൊടുക്കാനുള്ള, വോയിസ് കൂട്ടാനും കുറയ്ക്കാനും, കോൾ അറ്റൻഡ് ചെയ്യാനുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത് കഴിഞ്ഞ് നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ 10 ഇഞ്ചിൻ്റെ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കാണാൻ സാധിക്കും. ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഇപ്പം ഓൺ ആയിരിക്കും, നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഹോം മെനു ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഹോം മെനു വരുന്നത്. അപ്പോൾ നമുക്ക് സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഓഡിയോ സെറ്റിങ്സ്, ഡിസ്പ്ലേയുടെ സെറ്റിങ്സ്, എന്തൊക്കെ വേണം, തീം കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റണമെന്നുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഹോം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ഹോമിലോട്ട് പോകുന്നതായിരിക്കും. കോൾ, ആൻഡ്രോയിഡ് ഓട്ടോ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് ഫിസിക്കൽ സ്വിച്ചസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് നല്ലൊരു കാര്യമാണ്. വോളിയം കൂട്ടാനും കുറയ്ക്കാനും, ഹോം ബട്ടണും ബാക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 2 AC വെൻ്റ് ഇവിടെ കാണാൻ സാധിക്കും. നേരത്തെ ഇവിടെ കണ്ടതുപോലെ തന്നെ ആ ഒരു ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു ചെറിയ ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. ഇവിടെ ഒരു ഓൺ ഓഫിൻ്റെ ബട്ടൺ കാണാൻ സാധിക്കും. ഒരു പവർ ബട്ടൺ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ സ്റ്റാർട്ടഡ് ആണ്, ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ ബാറ്ററിയിലല്ല ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്, എഞ്ചിനിൽ തന്നെയാണ്. ഈ വാഹനം ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുന്ന ഒരു കണ്ടീഷനാണ്. AC എല്ലാം വർക്കിംഗ് ആണ്. ACയുടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ EV കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഇലക്ട്രിക് മോഡ് ഇപ്പം ഓൺ ആണ്. അതായത് ഇപ്പം നമ്മൾ ഈ വാഹനം വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. ACയും കാര്യങ്ങളൊക്കെ ഓൺ ആണ്. ഈ വാഹനത്തിനകത്തുള്ള AC എല്ലാം ഓൺ ആണ്. പക്ഷേ ഫ്യൂവൽ കൺസ്യൂം ചെയ്യത്തില്ല. ഇതിൻ്റെ ബാറ്ററി കൺസ്യൂം ചെയ്താണ് ഇതിപ്പം ചെയ്യുന്നത്. അത് നമുക്ക് ബാറ്ററിയുടെ പെർസെൻറ്റേജും അറിയാൻ സാധിക്കും. ബാറ്ററിയൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റിയറിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ഇതിന് തൊട്ട് താഴെ വരുന്നത് നമുക്ക് 2 പാഡിൽ ഷിഫ്റ്റേഴ്സ് ഇവിടെ കാണാൻ സാധിക്കും. 2 പാഡിൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. കാരണം ഇതൊരു പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഗിയേഴ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ ഒരു സീക്വൻഷ്യൽ ടൈപ്പായിട്ടാണ് നമുക്ക് ചേഞ്ച് ചെയ്യുന്നത്. കാരണം ഇതൊരു CVT ആണ് വരുന്നത്. അപ്പോൾ CVT വേരിയൻസിലൊക്കെ നമുക്ക് ഗിയർ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെൽറ്റിനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ, അതായത് ബെൽറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കത് ചെയ്യാൻ സാധിക്കും. 100% സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിലും ഡൗട്ട് വേണ്ട. സീക്വൻഷ്യലായിട്ട് തന്നെ 1st, 2nd, 3rd, 4th, 5th 6 ഗിയേഴ്സ് അഥവാ 6 സീക്വൻഷ്യലായിട്ട് നമുക്കിത് മാറ്റാൻ സാധിക്കുന്നതാണ്. മേളിൽ നമുക്ക് ഫ്യൂവൽ ഗേജ് കാണാൻ സാധിക്കും. താഴെ ടെമ്പറേച്ചറിൻ്റെ ഗേജ് കാണാൻ സാധിക്കും. പവറിൻ്റെ കാര്യം, ഈ ഒരു കാര്യം നോക്കി വാഹനം ഓടിക്കാന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് കമ്പനി പറയുന്ന ഒരു മൈലേജ് അഥവാ ഒരു 20 കിലോമീറ്റർ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു കാര്യം നോക്കി വാഹനം ഓടിക്കുകയാണെങ്കിൽ കിട്ടുന്നതായിരിക്കും. അത് എങ്ങനെയാണെന്നുള്ള കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡ്, ഇപ്പോൾ റൈറ്റ് സൈഡിൽ നമുക്ക് ഓട്ടോ ഹെഡ്ലൈറ്റ് ആണ് വരുന്നത്. അതുപോലെ പാർക്ക്, ഹെഡ്ലൈറ്റ് ഓൺ സ്വിച്ച്, ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ച് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ വൈപ്പേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. വൈപ്പേഴ്സിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഇൻഡിക്കേഷൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. റിയർ വൈപ്പേഴ്സിൻ്റെ സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഡ്യുവൽ സോൺ AC ക്ലൈമറ്റ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഡ്യുവൽ സോൺ എന്ന് പറഞ്ഞാൽ റിയറിൽ ഏത് തണുപ്പ് വേണമെന്നുള്ളത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് ടെമ്പറേച്ചർ കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൂട്ടാൻ സാധിക്കും. അപ്പോൾ റിയറിൽ 20, ഫ്രണ്ടിൽ ഏറ്റവും ലോ സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി ഫ്രണ്ടിൽ നമുക്ക് ടെമ്പറേച്ചർ മാറ്റണമെങ്കിൽ അത് സെറ്റ് ചെയ്യാം. നമ്മുടെ വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ വെന്റിലേറ്റഡ് സീറ്റ്സ് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം. സ്പീഡ് കൺട്രോൾ ചെയ്യാനൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും. ഡ്രൈവറും കോ ഡ്രൈവർ സൈഡും വെന്റിലേറ്റഡ് സീറ്റ്സ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ബാക്കി നമ്മുടെ AC ഫാനിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏത് പൊസിഷനിൽ എയർ വരണമെന്നുള്ളത് അറിയാൻ സാധിക്കും. ഇതെല്ലാം ഫിസിക്കൽ സ്വിച്ചാണെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ രസം. AC ഓൺ ചെയ്യണമെങ്കിൽ ഓൺ ഓഫ് സ്വിച്ച് ഇവിടെയുണ്ട്. ഇൻറ്റേർണൽ സർക്കുലേഷൻ, പിന്നെ ഫ്രണ്ടിലത്തെ ഡീഫോഗർ, ബാക്കിലത്തെ ഡീഫോഗർ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്
ഓട്ടോ വേണമെങ്കിൽ അങ്ങനെ. അതുപോലെ തന്നെ നമ്മുടെ ഗിയർ പാറ്റേൺസ് നമുക്ക് കാണാൻ സാധിക്കും. നല്ല രസമുള്ളൊരു ഗിയർ ലിവർ നോബാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇത് ബട്ടൺ പ്രസ് ചെയ്ത് ബ്രേക്ക് അപ്ലൈ ചെയ്ത് ബട്ടൺ പ്രസ് ചെയ്തിട്ട് വേണം നമുക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ് മോഡ് വിത്ത് സ്പോർട്സ് മോഡ് അഥവാ സീക്വൻഷ്യൽ മോഡാണ് നമുക്കിവിടെ വരുന്നത്. സീക്വൻഷ്യൽ മോഡിൽ പ്ലസ് ആൻഡ് മൈനസ് വരുന്നുണ്ട്. ഇപ്പോൾ എഞ്ചിൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ EV എന്ന് പറഞ്ഞത് പോയായിരുന്നു. ബാറ്ററി കുറയുന്നതനുസരിച്ച് ഓട്ടോമാറ്റിക് ആയിട്ട് അത് വർക്ക് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ വ്യൂ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കും. നമുക്കിവിടെ 360 ഡിഗ്രി ക്യാമറ കാണാൻ സാധിക്കും. പക്ഷേ എനിക്ക് ഈ ഡിസ്പ്ലേയിൽ ഞാൻ അത്രയും സാറ്റിസ്ഫൈഡ് അല്ല. ഒരു ജസ്റ്റ് ഒരു ഓക്കെ ഫീലാണ് നമുക്ക് കിട്ടുന്നത്. നമുക്കിപ്പോൾ ഈ ഡോർ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ വാഹനത്തിൻ്റെ രണ്ട് സൈഡും കാണാൻ സാധിക്കും. നമുക്ക് വളരെ വ്യക്തമായിട്ട് റൈറ്റും ലെഫ്റ്റും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പക്ഷേ ക്ലാരിറ്റി അത്രയും നമുക്ക് കമ്പാരിറ്റീവ്ലി പറയാൻ പറ്റില്ല. ഒരു ഓക്കെ ഫീൽ എന്ന് മാത്രം പറയാൻ സാധിക്കത്തുള്ളൂ. ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ എഞ്ചിൻ സ്റ്റാർട്ടായി ബാറ്ററിനെ ചാർജ് ചെയ്യുന്ന കാണാൻ സാധിക്കും. അപ്പോൾ അതുപോലെ നമ്മുടെ വ്യൂ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പാർക്കും ബ്രേക്കും ഇലക്ട്രിക് ആണ് വരുന്നത്. ഹോൾഡ് ഫീച്ചർ വരുന്നുണ്ട്. നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ട്രാഫിക്കിലേക്ക് നിർത്തിയിടുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഹോൾഡ് മോഡാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ ഡ്രൈവ് മോഡ് നമുക്ക് മാറ്റാൻ സാധിക്കും. ഇക്കോ ഉണ്ട്, നോർമൽ ഉണ്ട്, പവർ മോഡുണ്ട്. ഇത് ഇക്കോ, ഇത് നോർമൽ മോഡ്, ഇതൊരു പവർ മോഡാണ് നമുക്കിവിടെ കിട്ടുന്നത്. പിന്നെ ഒരു EV മോഡ് വരുന്നുണ്ട്. അതായത് നമുക്ക് ഈ വാഹനം EVയിൽ ഓടിക്കുന്നുണ്ട്. ഇപ്പം EV മോഡ് അൺഅവൈലബിൾ ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ബാറ്ററി ഫുള്ളി ചാർജ്ഡ് അല്ല. പിന്നെ ഒരു ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്യാനുള്ള ഒരു മോഡും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ താഴെ ഒരു A പോർട്ടും കാണാം, ഒരു C ടൈപ്പ് പോർട്ടും കാണാൻ സാധിക്കും. താഴെ 2 കപ്പ് ഹോൾഡേഴ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. ആംറസ്റ്റ്, ഇത് ജസ്റ്റ് ഒരു ആംറസ്റ്റ് മാത്രമല്ല, ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇത് സൈഡിലോട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. അതായത് ഒരു ഡ്രൈവർക്ക് മാത്രം ഇത് ആക്സസ് ചെയ്യാൻ സാധിക്കൂ എന്നുള്ള രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സൈഡിലോട്ട് ഓപ്പൺ ചെയ്ത് ഇവിടെ എന്ത് സാധനങ്ങൾ വേണമെങ്കിലും വെക്കാൻ സാധിക്കും. അത് കഴിഞ്ഞ് ക്ലോസ് ചെയ്യാം. നല്ല രീതിക്ക് കൈ വെക്കാൻ സാധിക്കും. പക്ഷേ ഇത് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും പുഷ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നമുക്ക് കിട്ടുന്നില്ല. അതൊരു നെഗറ്റീവ് സൈഡാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ കാണാൻ സാധിക്കുന്ന ഈ ഒരു ഡാഷ്ബോർഡ്, ഈ ഒരു പോർഷൻ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും വെക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം വല്ല ഫോണോ കാര്യങ്ങളൊക്കെ വെക്കാനാണെങ്കിൽ ഇവിടെ സാധിക്കും. അതുപോലെ തന്നെ ഒരു ചാർജിങ് പോർട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. 12 വോൾട്ടിൻ്റെ ഔട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കതും അതിൽ നിന്ന് നമുക്ക് പവർ എടുത്ത് നമുക്ക് ഒരു ഫോണൊക്കെ ചാർജ് ചെയ്യണമെങ്കിൽ ചാർജ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് കോ ഡ്രൈവർ സീറ്റിൽ ഇരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ നോക്കാം. നമ്മുടെ സൺവൈസറാണ്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗ്ലാസ് ഉണ്ട്. ഗ്ലാസിൻ്റെ കൂട്ടത്തിൽ തന്നെ മേളിലൊരു നല്ല ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അതേതായാലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമുക്ക് ക്ലോസ് ചെയ്യാം. ഇവിടെ തൊട്ട് മേളിലായിട്ട് തന്നെ മൈക്ക് കൊടുത്തിട്ടുണ്ട്. അതും നല്ലൊരു ഫീച്ചറാണ്. ഈ ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ 2 ലൈറ്റ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അത് നമുക്ക് ഓൺ ഓഫ് സ്വിച്ച് ഉണ്ട്. ഇതിപ്പോൾ ഡോർ ഓപ്പൺ ആയി കിടക്കുന്നുള്ളതുകൊണ്ടാണ്. ഡോറിൻ്റെ അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാനുവലായിട്ട് ഓൺ ഓഫ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ റൂഫ്, നമുക്കിതിനകത്ത് സൺറൂഫ് വരുന്നുണ്ട്. സൺറൂഫ് നമുക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇത് 1 ടച്ച് ഫുൾ ഓപ്പൺ ആണ് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്നത്. വലിയൊരു വൈഡ് ഏരിയ നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. നല്ല കിടുക്കനാണ്. അതൊരു വൈഡ് ഏരിയ ഓപ്പൺ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടെ നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇത്രയും പോർഷൻ നമുക്കിവിടെ ഓപ്പണായി കിട്ടുന്നതാണ്. നമുക്കിതിലെ തലയൊക്കെ പുറത്തോട്ടിട്ട് ഇതുപോലെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് നല്ല രസിക്കാം. ഏതായാലും അതൊരു അടിപൊളി ഫീച്ചർ തന്നെയാണ്. കണ്ടോ, അപ്പോൾ ഇത്രയും ഓപ്പണായി നമുക്കത് കിട്ടുന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഈ ബട്ടൺ ഒന്ന് ഇവിടെ താഴോട്ട് ഈ താഴത്തെ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ആയി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. യെസ്, പക്ഷേ അവൻ വന്നില്ല. അവൻ വരണമെങ്കിൽ ഒരു കാര്യം കൂടെ നിങ്ങൾ ചെയ്യണം. അതായത് ഇവിടെ ഒരു പോർഷൻ ഉണ്ട്, ഇതൊന്ന് പ്രസ് ചെയ്ത് വിടണം. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാലേ അവൻ തിരിച്ച് വരത്തുള്ളൂ. അതായത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൈഡാണെങ്കിൽ പോലും ഇത് ക്ലോസ് ചെയ്യണമെങ്കിൽ രണ്ടും 2 സൈഡാണ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു ഷെയ്ഡ് മാത്രം ഓപ്പൺ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടൺ, അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഷെയ്ഡ് മാത്രം ഓപ്പൺ ആവും. നമുക്ക് അകത്ത് നല്ല രീതിക്ക് വെട്ടം കിട്ടുകയും ചെയ്യും. നമുക്ക് അകത്തൊക്കെ ഒരു യാത്ര പോകുന്ന സമയത്ത് വളരെ നല്ല രീതിക്ക് വെട്ടമൊക്കെ കണ്ട് സംസാരിച്ചൊക്കെ യാത്ര പോകാൻ സാധിക്കും. റിയർ വ്യൂ മിററിൽ ഒരു സ്വിച്ചൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാണാൻ നല്ല അടിപൊളിയാണ്. ഒരു ഗ്രീൻ ലൈറ്റൊക്കെ കാണാം. ഒരു ഇലക്ട്രോ ക്രോം പ്ലേറ്റിംഗ് വരുന്ന ടൈപ്പ് ഗ്ലാസ് തന്നെയാണ്. ഓട്ടോ ഡിമ്മിങ് ഫീച്ചർ വരുന്നുണ്ട്. പകലത്തെ ഇവിടെ ഒരു സെൻസർ വരുന്നുണ്ട്. ഈ ഫ്രണ്ടിൽ ഒരു സെൻസർ ഉണ്ട്. നമ്മുടെ വാഹനത്തിൽ ഏതെങ്കിലും രീതിക്ക് ബാക്കിൽ നിന്ന് ലൈറ്റ് അടിക്കുകയാണെങ്കിൽ ഇത് ഡിം ആകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ റിയർ വ്യൂ ഡിമ്മിങ് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ ഇതിൻ്റെ ബാക്കിൽ ഒരു സെൻസർ വരുന്നുണ്ട്. അതായത് ഈ ഒരു പോർഷനിൽ ഒരു സെൻസർ വരുന്നുണ്ട്. ഇത് ഞാൻ കൈ കൊണ്ടൊന്ന് മറച്ച് പിടിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോണം. എന്നിട്ട് ഞാൻ എൻ്റെ മൊബൈലിൽ ഈ ലൈറ്റ് ഓൺ ആക്കി വെച്ച് ഞാൻ ഇതിലോട്ട് ഒന്ന് കാണിക്കുകയാണ്. അപ്പോൾ ഇതിലോട്ട് കാണിക്കുമ്പോൾ ഈ ഗ്ലാസ് ഗ്രീൻ ആവുന്നത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഒരു ഗ്രീനിഷ് കളർ, ഈ ഒരു എഡ്ജ് പോർഷനിൽ ഒരു ഗ്രീൻ കളർ കാണാൻ പറ്റുമല്ലോ. ഓക്കെ, ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഭാഗത്ത് ഗ്രീനും ഇവിടെ മേളിൽ ആ കറക്റ്റ് ആ മിററിൻ്റെ കളർ. ഞാൻ ഈ ബാക്കിലത്തെ കൈ ഒന്ന് വിടുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോണം. ആ ഗ്രീനിഷ് കളർ, ഈ ഒരു ഗ്രീനിഷ് കളർ മാറി സാധാരണ ഗ്ലാസ് ആകുന്ന പോലെ തന്നെ ഇതൊരു സാധാ ഗ്ലാസ് ആയി. അപ്പോൾ ഇനി ഒരു കോ ഡ്രൈവർ സീറ്റിലൊന്ന് ഇത് നോക്കാം. കോ ഡ്രൈവർ സീറ്റിൽ കുറച്ച് പ്രത്യേകതകളുണ്ട്. ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണെന്നുള്ള. ഏതായാലും നമ്മുടെ ഫസ്റ്റ് കാര്യം നമ്മൾ നോക്കുന്നത് ഈ ഗ്ലോ ബോക്സ് തന്നെയാണ്. ചെറുതായിട്ട് എൻ്റെ കാലേ വന്ന് മുട്ടി കേട്ടോ.
കുറച്ച് ബാക്കിലോട്ട് മാറ്റി, പക്ഷേ ഫുള്ള് ബാക്കിൽ വേണ്ട, എന്നാലും കുറച്ച് ബാക്കിലോട്ട് മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ്. പക്ഷേ എന്നാലും ഞാൻ അത്ര അങ്ങോട്ട് ഓക്കെ എന്ന് പറയുന്നില്ല, പക്ഷേ ഓക്കെ എന്നേ പറയുന്നുള്ളൂ. കാരണം കാലിലൊന്ന് ചെറുതായിട്ട് വന്ന് മുട്ടി, പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല, കുറച്ച് ബാക്കിലോട്ട് ഇറക്കിയിട്ട സമയത്ത്. ഇനി ഇവിടെ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് വളരെ ഫ്രീ ആയിട്ട് തന്നെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ആക്സസ് ചെയ്യാൻ സാധിക്കും, AC കാര്യങ്ങളൊക്കെ ആക്സസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഗ്ലോ ബോക്സ് മാത്രം എനിക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കത്തില്ല, അത് ഈ സൈഡിലോട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, കപ്പ് ഹോൾഡേഴ്സിൽ എനിക്ക് എന്തെങ്കിലും വെക്കാനൊക്കെ സാധിക്കും, ഇവിടെ എന്തെങ്കിലും വെക്കാം. അതുപോലെ തന്നെ സൺവൈസർ വരുന്നത് നമുക്കിവിടെ ലൈറ്റ് ഉള്ള ടൈപ്പ് തന്നെയാണ്, അതും അടിപൊളിയാണ്. മാനുവലായിട്ട് തന്നെയുള്ള സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് വരുന്നത്, ഇലക്ട്രിക്കോ കാര്യങ്ങളോ ഒന്നും അവൈലബിൾ അല്ല. ഇനി നമുക്ക് നമ്മുടെ ബാക്കിലത്തെ സീറ്റിലോട്ട് പോകാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ബാക്കിലത്തെ ക്യാപ്റ്റൻ സീറ്റിലോട്ട് നമുക്കൊന്ന് കയറാം. അങ്ങനെ നമുക്കിനി ഇപ്പം നമ്മുടെ പാസഞ്ചർ സൈഡ് അഥവാ നമ്മുടെ ക്യാപ്റ്റൻ സീറ്റിലോട്ടൊന്ന് ഇരിക്കാം. ഏതായാലും ക്യാപ്റ്റൻ സീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു രാജാവിൻ്റെ ഫീൽഡ് തന്നെ നമുക്കിവിടെ ഇരിക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ ചില തടസ്സങ്ങൾ നമുക്കുണ്ട്, അതില്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ ഈ കാല് വെക്കുന്ന പോർഷൻ നിങ്ങൾക്ക് കാണുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഞാൻ ഈ കാല് വെക്കുന്ന പോർഷൻ ശരിക്കും ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ എന്തോ ഒരു സാധനം തട്ടി നിൽക്കുന്ന പോലെ, അത് രണ്ട് സൈഡിലും ഉണ്ട്, വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണ് നമ്മുടെ ബാറ്ററി പാക്ക് വരുന്നത്, അതായത് ഒരു ലിഥിയം അയൺ ബാറ്ററി പാക്ക് വരുന്നത് നമ്മുടെ ഡ്രൈവർ സീറ്റിൻ്റെ തൊട്ട് താഴെയാണ്. ഈ ഒരു പോർഷനിൽ ശരിക്കും ബാക്കിലിരിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് എന്ന് പറയാൻ സാധിക്കുന്ന ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരുപാട് ഗുണങ്ങളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോണം, താഴെ നിന്നൊരു സാധനം ഇങ്ങനെ പൊങ്ങി വരുന്നത് കാണാമോ? അപ്പോൾ ഇതിന് ഞാൻ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്, കുറച്ചൊന്ന് ബാക്കിലോട്ട് ഇറക്കിയിടണം. ബാക്കിലോട്ട് ഇറക്കിയിടുന്നതിന് മുമ്പ് ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ഇവിടുത്തെ സീറ്റ് ഒന്ന് റെഡിയാക്കി ഇനി ഞാനത് ബാക്കിലോട്ട് ഇറക്കിയിടാം. യെസ്, ഇപ്പം ഞാൻ ഓക്കെയാണ്. അതായത് ഒരാൾക്ക് നല്ല രീതിക്ക് കംഫോർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ സാധിക്കും എന്ന് തന്നെ പറയാൻ സാധിക്കും. ഇത് കണ്ടോ, ഓക്കെ. അല്ലെങ്കിൽ ഫ്രണ്ടിലത്തെ സീറ്റ് കുറേ കൂടെ ഫ്രണ്ടിലോട്ട് ഇറക്കിയിടാന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല രീതിക്ക് തൈ സപ്പോർട്ട് മാത്രമല്ല, എൻ്റെ ലെഗിൻ്റെ സപ്പോർട്ട് ഫുള്ളായിട്ട് തന്നെ നമുക്ക് ഇവിടെ വെക്കാൻ സാധിക്കും. ഇതൊരു ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ് ടൈപ്പ് വരുന്നതാണ്, പൊക്കാനും താക്കാനും നല്ല രീതിക്ക് എനിക്കിത് ഏത് രീതിക്ക് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. അതായത് കിടന്ന് യാത്ര ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഫ്രണ്ടിലത്തെ എനിക്ക് ഈ സപ്പോർട്ട് പോലെ തന്നെ ബാക്കിലത്തെ സപ്പോർട്ടും കൂടെ വന്നത് ഇത് കണ്ടോ, ഇതുപോലെ ഒന്ന് ചാരിയിട്ട് ഒരു ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന സമയത്ത് എനിക്ക് സുഖമായിട്ട് ഇങ്ങനെ കിടന്ന്, അതായത് ഇതിൻ്റെ ബാക്ക് ഞാൻ സീറ്റ് അങ്ങോട്ട് ഇത്രയും വരെ, അതായത് നിങ്ങൾ നോക്കിക്കൊണ്ട് ഇതിൻ്റെ അത്ര ലാസ്റ്റ് പൊസിഷൻ വരെ ഞാൻ കൊണ്ടിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ എനിക്ക് കിടന്ന് യാത്ര ചെയ്യാൻ സാധിക്കും, നല്ല കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കും, വലിയ ശല്യമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ എനിക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. അപ്പം സംഗതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് റോയിൽ, അതായത് ബാക്കിൽ 2 പേര് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ വളരെ കംഫർട്ടബിളായിട്ട് ഇതുപോലെ കിടന്ന് യാത്ര ചെയ്യാൻ സാധിക്കും. പക്ഷേ പുറയിൽ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും, ആ ഒരു കാര്യം കൂടെ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. ആംബിയൻ ലൈറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും, 2 സൈഡിലായിട്ടുണ്ട്, നമ്മുടെ താഴത്തെ റൈറ്റിലും ലെഫ്റ്റിലും നമുക്ക് കാണാൻ സാധിക്കും. അതും നല്ല രസമുണ്ട്, കാരണം രാത്രിയൊക്കെ കയറുമ്പോഴാണ് ചെറിയൊരു ലൈറ്റ് കാണുമ്പോൾ നമുക്ക് കയറാൻ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരത്തില്ല. അതുപോലെ തന്നെ തൊട്ട് താഴെയായിട്ട് 2 C ടൈപ്പ് ചാർജിങ് പോർട്ടുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഹുക്ക് കാണാൻ സാധിക്കും, മാക്സിമം 4 kg വരെ സാധനങ്ങൾ തൂക്കിയിടാൻ വേണ്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിവിടെ തൂക്കിയിടാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡ്യുവൽ സോൺ എന്ന് ഞാൻ പറഞ്ഞായിരുന്നു ആദ്യം തന്നെ. ബാക്കിലത്തെ ടെമ്പറേച്ചർ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇവിടെ കൺട്രോൾ ചെയ്യുന്ന പോലെ തന്നെ ഫ്രണ്ടിലും മാറുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ 18 ആക്കിയാൽ ഫ്രണ്ടിലും 18 ആവുന്നതായിരിക്കും. ഓട്ടോ മോഡ് പതിക്ക് ഓട്ടോ സെറ്റ് ചെയ്യാം. ഫാൻ്റെ സ്പീഡ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാൻ സാധിക്കും. ഇവിടെ ഒരു റൂഫ് ലൈറ്റ് നമുക്ക് വരുന്നുണ്ട്, ഒരു ആംബിയൻ ലൈറ്റ് വരുന്നുണ്ട്. ആ ലൈറ്റിൻ്റെ കൺട്രോൾ പോലും നമുക്ക് ഇവിടെയാണ് ചെയ്യുന്നത്. അപ്പോൾ പകലായതുകൊണ്ട് നമുക്ക് വളരെ കാര്യമായിട്ട് കാണാൻ സാധിക്കുന്നില്ല, എന്നാൽ നല്ല രസമുണ്ട്. ഒരു ബ്ലൂഷ് കളർ ലൈറ്റാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു റീഡിംഗ് ലാമ്പ് വരുന്നുണ്ട്. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള AC വെൻറ്റുകൾ വരുന്നുണ്ട്. അതൊരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് അത് സെറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും എന്നുള്ളൊരു അഡ്വാൻറ്റേജാണ്. അതുപോലെ തന്നെ സൺ ബ്ലൈൻഡ്സ് വരുന്നുണ്ട്. പക്ഷേ ഇത് ഗ്ലാസ് പൊങ്ങുന്ന കൂട്ടത്തിൽ വരത്തില്ല, നമ്മൾ തന്നെ എടുത്ത് ഇതിൻ്റെ മേളിലോട്ട് കയറ്റി വെക്കണം. അതൊരു ചെറിയൊരു പോരായ്മയാണോ എന്നൊരു സംശയം എനിക്ക് തോന്നി, കാരണം ഗ്ലാസ് പൊങ്ങുന്ന കൂട്ടത്തിൽ തന്നെ പൊങ്ങി പോരുകയാണെങ്കിൽ നല്ലതായിരുന്നു. ഇത് നമുക്ക് ആവശ്യാനുസരണം എടുത്ത് വെക്കാൻ സാധിക്കും, അതും ഒരു ഹൈലൈറ്റ് തന്നെയാണ്. താഴെ ഒരു സ്പീക്കർ ട്രേ, ഒരു കപ്പ് ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു 1 ലിറ്ററിൻ്റെ മേളിലോട്ടുള്ള ബോട്ടിലും എന്തെങ്കിലുമൊക്കെ സ്പേസ് ഇവിടെ വെക്കണമെങ്കിൽ വെക്കാൻ സാധിക്കും. ഒരു പവർ വിൻഡോയുടെ സ്വിച്ച് നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 ടച്ച് ഓപ്പൺ ആൻഡ് ക്ലോസ് വരുന്ന മോഡൽ തന്നെയാണ്. ഒറ്റ പ്രസ്സിൽ തന്നെ അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റൈറ്റ് സൈഡിലും സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. ഇനി നമുക്ക് ബാക്കിലത്തെ റോ, അതായത് നമ്മുടെ ബാക്ക് റോയിൽ കൂടെ കയറി ഇരുന്ന് നോക്കാം എങ്ങനെയുണ്ട് അവിടുത്തെ സ്പേസും കാര്യങ്ങളൊക്കെ. ഒന്നെങ്കിൽ നമുക്ക് ഈ സൈഡിൽ കൂടെ കയറാം. അതുപോലെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുപോയത്, നമ്മുടെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ട്രേയും കൂടെ ഉണ്ട്. ഇവിടെ വേണമെങ്കിൽ അത്യാവശ്യം എന്തെങ്കിലും, ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന വ്യക്തിക്ക്, എനിക്കാണെങ്കിൽ പോലും എൻ്റെ മൊബൈലും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഇവിടെ വെക്കാൻ സാധിക്കും. അത്യാവശ്യം ഓടി നടക്കുമായിരിക്കും, എന്നാലും ഈ ഒരു പാത്തിക്കകത്ത് തന്നെ നിന്നോളും.
ഇവിടെ വെക്കാൻ സാധിക്കും. അതുപോലെ തന്നെ 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. അത് നല്ല രീതിക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ട 2 ക്ലിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളതുകൊണ്ട് നല്ല രീതിക്ക് കുലുങ്ങാതെയൊക്കെ അവിടെ ഇരുന്നോളും. അതുപോലെ തന്നെ ഇവിടെ എന്തെങ്കിലുമൊക്കെ തൂക്കിയിടണമെങ്കിൽ തൂക്കിയിടാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ സൈഡിലാണ് ഇതിൻ്റെ ക്ലിപ്പ് വരുന്നത്. ഈ ക്ലിപ്പ്, അതായത് ഈ സൈഡിൽ ഒരു ക്ലിപ്പ് വരുന്നുണ്ട്. ഈ ക്ലിപ്പ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് താത്തു വെക്കാനും സാധിക്കും. ഇനി ഇതിൻ്റെ ബാക്കിലോട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയല്ലോ. നമുക്ക് നമ്മുടെ തേർഡ് റോയിലോട്ടൊന്ന് കയറാം. അത് കയറാൻ വേണ്ടി ഈ ഒരു ലിവർ ഒന്ന് പ്രസ് ചെയ്തിട്ട് നേരെ ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ കയറി പോരും. അതിനുശേഷം ഞാൻ ബാക്കിലോട്ടൊന്ന് കയറുകയാണ്. ഓക്കെ, അപ്പം ബാക്കിലോട്ട് കയറി കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല സ്പേസ് തോന്നും. വേറെ ഒന്നും കൊണ്ടല്ല, ഇത് അത്രയും ഫ്രണ്ടിലോട്ട് നിൽക്കുകയാണ്. എന്നാൽ ഇത് ഞാൻ സാധാരണ രീതിക്ക് ഒന്ന് ഇടുകയാണെങ്കിൽ ഇപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തൈ സപ്പോർട്ട് ഇവിടെ ഓക്കെ അല്ല, ടു ബി വെരി ഫ്രാങ്ക് ഓക്കെ അല്ല. പക്ഷേ നന്നായിട്ട് ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. ഫ്രണ്ടിൽ ഞാൻ ആയത്തിനെയും പിടിച്ചിരുത്തിയിട്ടുണ്ട്. ആദ്യത്തെ ഫ്രണ്ടിൽ എങ്ങനെയുണ്ട്? കാല് വെക്കാൻ ഇടം എങ്ങനെയുണ്ട്? സ്പേസ് ഉണ്ട്. എന്നാൽ കുറച്ചൊന്ന് ഞാൻ ഫ്രണ്ടിലോട്ട് ആക്കുകയാണേ. ഇപ്പം ആയത്തിന് ഓക്കെ ആണോ? അതൊരുമാതിരി എന്ന് പറഞ്ഞാൽ കാല് വെക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, എന്നൊരു അല്പം കൂടെ പുറകോട്ടാക്കാം. ഇപ്പോഴും നന്നായിട്ട് കാല് വയ്ക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കിടുക. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് റോയിലുള്ള ആൾക്ക് നന്നായിട്ട് കാല് വയ്ക്കാൻ വേണ്ടി സാധിക്കും. എന്നാൽ ഒരു തേർഡ് റോയിൽ ഇരിക്കുന്ന എനിക്ക് നല്ല രീതിക്ക് കാല് വെച്ചിരിക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഹെഡ് റെസ്റ്റ് കുറച്ചൊന്ന് പൊക്കിയാൽ കൊള്ളാമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് എനിക്ക് വേണ്ട ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ സാധിക്കും. നല്ല കിടിലനായിട്ട് ഇരിക്കാൻ സാധിക്കും. ആ ഒരു കാര്യത്തിൽ അഡ്വാൻറ്റേജ് തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഞാനൊരു വാഹനം ചെയ്തിട്ടുണ്ടായിരുന്നു. വാഹനം ഏതാണെന്ന് ഞാൻ വ്യക്തമാക്കുന്നില്ല. പക്ഷേ പുറയിലിരിക്കാൻ അതിന് ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ നമുക്ക് AC വെൻറ്റും ഇവിടെ കിട്ടുന്നുണ്ട്. അതായത് ഇവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള AC വെൻറ്റും നമുക്ക് ഈ 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. കപ്പ് ഹോൾഡേഴ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ സൈഡിലും കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്. അത് മാത്രമല്ല ഇവിടെ ഒരു ചാർജിങ് പോർട്ടും കൂടെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈ സീറ്റ് കിട്ടുന്ന റിക്ലൈനിങ് ടൈപ്പ് ഉള്ളതാണ്. നമുക്ക് കുറച്ച് ഏതൊരു പൊസിഷനിൽ വേണമെങ്കിലും ഈ ഒരു പൊസിഷനിൽ ഇടാൻ സാധിക്കും. ഒന്നോട്ടം ബാക്കിലോട്ടാക്കാൻ സാധിക്കും. ഇത്രയും വരെ ചാരി കിടന്ന് കുറേ യാത്ര ചെയ്യാൻ സാധിക്കും. ഇതൊരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. കാരണം നിങ്ങൾക്ക് ഈ ഒരു സീറ്റ് കാണുമ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും ഇത്രയും ഇരിക്കേണ്ട പൊസിഷനിൽ നിന്നും ഞാൻ ഈ കിടന്ന് യാത്ര ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു സുഖമൊന്ന് വേറെ തന്നെയാണ്. പക്ഷേ പ്രൈസ് വൈസ് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ അവിടെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇത് ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണ്. അതായത് ഹൈബ്രിഡ് ആണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതായത് പെട്രോൾ വേരിയൻറ്റിൽ ഈ വാഹനം അവൈലബിൾ ആണ്. വെറും പെട്രോൾ വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. പെട്രോൾ പ്ലസ് ഹൈബ്രിഡ്, അതാണ് ഞാനിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു വാഹനം. പെട്രോൾ വേരിയൻറ്റ് വരുമ്പോഴത്തേക്കും ഒരുപാട് പ്രൈസിന് ഡിഫറൻസ് വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കൊരു ഫ്യൂൽ എഫിഷ്യൻസി കമ്പനി പറയുന്ന 16 കിലോമീറ്റർ ആണ് പറയുന്നത്. എന്നാൽ ഏറെക്കുറെ ഓൺ റോഡൊക്കെ കിട്ടുന്ന 12ഉം 10ഉം ഒക്കെയാണ് മെയിനായിട്ട് കിട്ടുന്നുള്ളത്. പക്ഷേ ഈ ഒരു വാഹനത്തിന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു 20 കിലോമീറ്റർ മൈലേജ് ഷുവർ ആയിട്ടും കിട്ടിയിരിക്കും. കൊടുക്കുന്ന പൈസയ്ക്കുള്ളൊരു മുതൽ ഉണ്ടെന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. ഏതായാലും ഈ വാഹനത്തിൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവും കൂടെ നമുക്കൊന്ന് നോക്കാം. എങ്ങനെയുണ്ട് ഇതിൻ്റെ ഒരു ഡ്രൈവിൻ്റെ ഒരു കംഫർട്ടും കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഏതായാലും ബാക്ക് സീറ്റിൽ ഞാൻ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് ഒരു തേർഡ് റോ ആണെങ്കിലും സെക്കൻഡ് റോ ആണെങ്കിലും പൊതുവേ നമുക്ക് സെക്കൻഡ് റോ ആണ് ഏറ്റവും കൂടുതൽ ഒരു കംഫർട്ടായിട്ട് തോന്നുന്നത്. പക്ഷേ ഈ ഒരു വാഹനത്തിൽ എനിക്ക് തേർഡ് റോയും ഒരുപാട് കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ശരിക്കും നല്ല രീതിക്ക് നമുക്കിവിടെ ഇരിക്കാനും കാല് വെച്ചിരിക്കാനും, അതായത് പലപ്പോഴും നമ്മൾ കാല് ഒതുക്കി ഇത്രയൊക്കെ ഒരു ഒതുക്കിയാണ് വെക്കുന്നത്. എന്നാൽ ഇവിടെ നമുക്ക് ഇത്രയും നല്ല രീതിക്ക് കാല് വെച്ചിരിക്കാൻ സാധിക്കും. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അതുപോലെ തന്നെ ഈ സൈഡ് വഴി അല്ലാതെ എനിക്ക് സെൻറ്ററിൽ കൂടെ, കാരണം 2 സൈഡിലും ക്യാപ്റ്റൻ സീറ്റ് ആയതുകൊണ്ട് എനിക്ക് ഈ ഫ്രണ്ടിലത്തെ റോയിൽ കൂടെ വേണ്ടേ ഇങ്ങനെ ഇറങ്ങി പോരാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇതും എനിക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. അതായത് ഫ്രണ്ടിൽ 2 പേര് ഇരിക്കുകയാണെങ്കിൽ പോലും സെൻറ്ററിൽ കൂടെ എനിക്ക് ഇറങ്ങി പോരാനും നല്ലൊരു സൗകര്യമുണ്ട്. ഈ ഒരു വിശാലമായ ഒരു ബൂട്ട് സ്പേസ് നിങ്ങൾക്ക് വേണമെങ്കിൽ പോലും 4 പേർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനും സാധിക്കും. ഇത്രയും വൈഡായിട്ടുള്ളൊരു ഏരിയ നിങ്ങൾക്ക് സാധനം വെക്കാനും കൂടെ എടുക്കാൻ സാധിക്കും. അതും ഒരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കോ പാസഞ്ചർ സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ചെറിയൊരു വെൻറ്റ് ഇവിടെയുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു എയർ ഫിൽറ്ററാണ്. എന്തുകൊണ്ടാണ് ഒരു എയർ ഫിൽറ്റർ നമ്മുടെ ഗോ ഡ്രൈവറിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കാണിച്ചു തരാം. ഇത് ശരിക്കും നമുക്ക് തുറക്കാൻ പറ്റുന്നൊരു ടൈപ്പാണ്. ഇതാണ് ഇതിൻ്റെ ഫിൽറ്റർ വരുന്നത്. ഇതൊരു എയർ ഫിൽറ്റർ തന്നെയാണ്. എന്തിനാണ് ഈ ഒരു എയർ ഫിൽറ്റർ കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവഴി എയർ എടുത്തേച്ചും നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി, അതായത് ലിഥിയം അയൺ ബാറ്ററി ഇതിനകത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു, അതിനെ കൂള് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് തിരിച്ച് ഇതുപോലെ തന്നെ ഈ ലോക്കിലോട്ട് കയറ്റിയിടാം. ഇതിന് മാറേണ്ട റീപ്ലേസ്മെൻറ്റ് പീരീഡ് ഉണ്ട്. ആ പീരീഡ് അനുസരിച്ച് ഈ ഒരു ഫിൽറ്റർ കൃത്യമായിട്ട് മാറേണ്ടതാണ്. അല്ലെങ്കിൽ ഈ ഒരു ഫിൽറ്റർ അടഞ്ഞു കഴിഞ്ഞാൽ ഈ ബാറ്ററി കൂളിങ്ങിനൊക്കെ പ്രശ്നം വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതിനാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് 1, 2, 3, സീറ്റ് 4, 5, ഇവിടെ 6, അങ്ങനെ 6 എയർ ബാഗാണ് ഈ വാഹനം. 2 ലിറ്റർ വരുന്ന, അതായത് 2000 cc വരുന്നൊരു എൻജിൻ പവർ ചെയ്യുന്നൊരു വാഹനമാണ്. പക്ഷേ ഇതൊരു 2000 cc എൻജിൻ മാത്രമല്ല, ഇതിൻ്റെ കൂട്ടത്തിൽ 2 ഇലക്ട്രിക് മോട്ടറും കൂടെ ഈ വാഹനത്തിൽ വരുന്നുണ്ട്. അതായത് ഇതൊരു ഇലക്ട്രിക് ഡ്രിവൻ വെഹിക്കിളും കൂടെയാണ്. അത്
എങ്ങനെയാണ് അതിൻ്റെ ഫീച്ചർ നടക്കുന്നതെന്നുള്ളതിനെ കുറിച്ചാണ് ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ഇത് ശരിക്കും പറഞ്ഞ ഒരു സെൽഫ് ചാർജിങ് വാഹനമാണ്. അതായത് വാഹനം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇതിനകത്ത് വരുന്ന ബാറ്ററി ചാർജ് ആകുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ബാറ്ററി അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇതിൻ്റെ സീറ്റിൻ്റെ അടിയിൽ, അതായത് ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റിൻ്റെ അടിയിൽ ബാറ്ററി പാക്കാണ് വരുന്നത്. ഇവിടുന്ന് അങ്ങേ അറ്റം തൊട്ട് നമുക്ക് ശരിക്കും അത് ബാക്കിലത്തെ ഒരു റോയിൽ കയറിയാൽ വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ ബാറ്ററി പാക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു ബാറ്ററി പാക്കിനെ ചാർജ് ചെയ്യിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ നമ്മുടെ വാഹനത്തിൻ്റെ എൻജിൻ തന്നെയാണ്. എൻജിൻ എങ്ങനെ ചാർജ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഹനം ഓടുന്നതിനനുസരിച്ച്, അഥവാ സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുന്നതിനനുസരിച്ച് ഇതിനകത്ത് 2 ഇലക്ട്രിക് മോട്ടോർ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഒരു MG1 MG2 വരുന്നുണ്ട്. ഈ ഒരു മോട്ടറാണ്, അതായത് MG2 ആണ് ഇതിനെ ചാർജ് ചെയ്യിക്കാൻ വേണ്ടി, അതായത് ബാറ്ററി ചാർജ് ചെയ്യിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതും ഓഫ് ആകുന്നത് നമ്മൾ അറിയുക പോലും ഇല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു വാഹനത്തിന് സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റാർട്ടർ മോട്ടോറല്ല, ഇതിനകത്ത് പറയുന്നത് MG1 എന്ന് പറയുന്നൊരു മോട്ടറാണ്. അതൊരു ജനറേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു മോട്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, വാഹനത്തിനെ സ്റ്റാർട്ട് ചെയ്യാൻ, അഥവാ ഈ ഒരു എഞ്ചിനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഏതായാലും ഈ വാഹനത്തിനകത്തൊന്ന് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോഴത്തെ ഈ ഒരു കണ്ടീഷനിൽ ഞാൻ ഈ വാഹനത്തിലോട്ട് കയറുന്നു, ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു, നമ്മുടെ പവർ മോഡ് പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ ഈ വാഹനം സ്റ്റാർട്ട് കണ്ടീഷനിലാണ്, പക്ഷേ EV മോഡിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് കാണാം EV മോഡാണ്. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിൻ്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വർക്കിംഗ് ആണ്, പക്ഷേ എൻജിൻ മാത്രം ഓഫാണ്. കണ്ടോ, ഇവിടെ നിന്ന് നിങ്ങൾക്കൊരു സൗണ്ട് കേൾക്കുന്നതിൻ്റെ കണ്ടൻസർ ഫാൻ കറങ്ങുന്നുണ്ട്. AC വർക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഈ പൈപ്പെ പിടിച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. നമ്മുടെ ACയുടെ വർക്കിങ്ങിന് വരുന്ന പൈപ്പാണ്, അതായത് ലോ പ്രഷർ പൈപ്പാണ്. ഈ പൈപ്പ് നന്നായിട്ട് കൂളാകുന്നുണ്ട്, അതായത് AC വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ എൻജിൻ ഓഫ് കണ്ടീഷനിലാണ്. ഈ ഒരു സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററി, അതായത് ഈ താഴത്തെ ലിഥിയം അയൺ ബാറ്ററി യൂസ് ചെയ്ത് തന്നെയാണ് ഈ വാഹനം ഫുള്ളായിട്ട് ഇപ്പം വർക്ക് നടക്കുന്നത്. ഇപ്പോൾ ഇത് ഓണാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടും ഇതിൻ്റെ EV റെഡി എന്ന് കൊടുത്തിരിക്കുന്നത്, ഇത് ഓടാൻ വേണ്ടി റെഡിയാണ്. ഗിയർ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെയാണ്. ACയുടെ വർക്കിംഗ് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇത് എത്ര നേരം നിൽക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ബാറ്ററി പോലെ ഇരിക്കും. അതിൻ്റെ ചാർജ് ഞാൻ കാണിച്ചു തരാം. ഇതിനിപ്പം ബാറ്ററിക്ക് 3 കട്ട ചാർജുണ്ട്. ഇത് ഏകദേശം ഒരു കട്ടയും കൂടെ കുറയുന്ന സമയത്ത് എൻജിൻ സ്റ്റാർട്ടായി നേരെ നമ്മുടെ വാഹനത്തിൻ്റെ, ഇപ്പം കണ്ടോ, ഇപ്പം വാഹനത്തിൻ്റെ 3 കുറഞ്ഞ് 2 കയറാൻ പോയപ്പം എൻജിൻ സ്റ്റാർട്ടായി അതിൻ്റെ പവർ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൻ്റെ എൻജിൻ സ്റ്റാർട്ടഡാണ്, എൻജിൻ സ്റ്റാർട്ടായി, പക്ഷേ ഒരു വൈബ്രേഷൻ പോലും ഇല്ല. അതാണ് ഒരു 4 സിലിണ്ടർ എഞ്ചിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. പിടിച്ചാൽ പോലും ഒരു വൈബ്രേഷൻ അറിയത്തില്ല, അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം, നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം നമുക്കറിയാം വർക്ക് ചെയ്യുന്നത് ഒരു വാക്യൂം സിസ്റ്റത്തിൽ തന്നെയാണ്. പക്ഷേ ഇവിടെ ശരിക്കും പറഞ്ഞാൽ അതിലൊരു മോട്ടർ അസിസ്റ്റഡ് വെച്ചുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു വാഹനത്തിൽ വാക്യൂം ഉണ്ടാകുന്നില്ല. കാരണം ഈ ഒരു എൻജിൻ ശരിക്കും എപ്പോൾ ഓഫ് ആവുന്നു എപ്പോൾ സ്റ്റാർട്ട് ആവുന്നു എന്നുള്ളത് നമുക്ക് പോലും, അതായത് വാഹനം ഓടിക്കുന്ന ഒരു ഡ്രൈവറിന് പോലും ശരിക്കും അറിയാൻ സാധിക്കത്തില്ല. പക്ഷേ മീറ്ററിൽ, അതായത് നമ്മുടെ ക്ലസ്റ്റർ മീറ്ററിൽ വളരെ കൃത്യമായിട്ട് അത് കാണുന്നുണ്ട്. അതായത് EV എന്ന് കാണിക്കുന്ന സമയത്ത് ഈ വാഹനം ഓടുന്നത് EVയിലായിരിക്കും, അല്ലാത്ത പക്ഷം EV ഇല്ലാത്തൊരു മോഡാണെന്നുണ്ടെങ്കിൽ അതിൽ EV കാണിക്കുന്നതായിരിക്കത്തില്ല. ഇതാണ് ശരിക്കും ഒരു ഹൈബ്രിഡ് വെഹിക്കിൾ. അതായത് വാഹനം ഓടുന്നതിനനുസരിച്ച് ബാറ്ററി ചാർജായി, ബാറ്ററിയുടെ ചാർജ് ഏകദേശം ഒരു ഹാഫിന് ശേഷം വാഹനം ഇലക്ട്രിക് ആയിട്ട് തന്നെ ഓടും. ഒരു സൗണ്ടും ഉണ്ടാകുന്നതായിരിക്കത്തില്ല. നമുക്ക് വളരെ സുഖമായിട്ട് തന്നെ ഈ വാഹനം ഓടിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ വാഹനത്തിന് ഒരു ക്ലെയിംഡ് മൈലേജ് 23.3 ആണ് വരുന്നത്. പക്ഷേ ഏകദേശം പ്രാക്ടിക്കലി ഒരു നോർമലായിട്ട് ഒരു 23 നമുക്ക് മൈലേജ് കിട്ടുന്നതായിരിക്കും. കീയും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ഒരു ലോക്ക്, അൺലോക്ക്, ഡിക്കി ഓപ്പൺ ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ കൂടെ വരുന്നുണ്ട്. ഇത് ഒരു പ്രസ്സിലല്ല, പ്രസ് ആൻഡ് ഹോൾഡിലാണ് നമുക്ക് ഡിക്കി ഓപ്പൺ ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ ടൊയോട്ടയുടെ നല്ലൊരു ലോഗോയും കാണാൻ സാധിക്കും. ഇന്നോവ എന്നുള്ളൊരു നല്ലൊരു എഴുത്ത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു മാനുവൽ കീയും നമുക്കിതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിനി ഒരു ടെസ്റ്റ് ഡ്രൈവ് ഇറങ്ങാം. ഏതായാലും ഈ ഒരു വാഹനത്തിലെ ടെസ്റ്റ് ഡ്രൈവ് നമുക്കൊന്ന് നോക്കാം. ഞാൻ ഏതായാലും ഏറെക്കുറെ എനിക്ക് തോന്നുന്നു ഒരു 10 കിലോമീറ്റർ താഴെ ഈ വാഹനം ഞാൻ ഓടിച്ച് നോക്കിയുള്ളായിരുന്നു. എനിക്ക് ഈ ഹൈബ്രിഡ് വെഹിക്കിൾ ഞാൻ ഫസ്റ്റ് ടൈം അല്ല ഓടിക്കുന്നത്, എന്നാലും എനിക്ക് ഈ വാഹനം ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. വലിയൊരു വാഹനം, അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം. അതായത് നമ്മുടെ ഇന്നോവ ക്രിസ്റ്റ അല്ലെങ്കിൽ ഇന്നോവയൊക്കെ ഓടിച്ച് കഴിഞ്ഞ് ഈ ഒരു വാഹനത്തിലോട്ട് കയറുമ്പോൾ ശരിക്കും ഒരു വലിയൊരു വാഹനമായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അത് വലിയൊരു വാഹനം തന്നെയാണ്. ഏതായാലും നമുക്ക് ഡ്രൈവ് മോഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. ഡ്രൈവ് മോഡ് സീക്വൻഷ്യൽ മോഡ് എന്ന് പറയും, S അല്ലെങ്കിൽ സ്പോർട്സ് മോഡ് എന്നും പറയാറുണ്ട്. അത് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ അത് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക്, ഇപ്പം ശരിക്കും ഇതൊരു 4th ഗിയറിൽ അല്ലെങ്കിൽ ഒരു 4th സീക്വൻഷ്യലാണ് ഇതിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ പാഡൽ ഷിഫ്റ്റേഴ്സ് വെച്ച് 3, 2, 1 ആക്കാം. ഇതിപ്പോൾ നമുക്ക് ഒരു 6 വരെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് അത് മാറ്റാൻ സാധിക്കും. ഇരിക്കുന്ന മോഡ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് നോർമൽ മോഡാണ് ഇട്ടിരിക്കുന്നത്. ഇതിനകത്ത് കളേഴ്സ് ചേഞ്ച് നമുക്ക് കാണാം. ഇതൊരു നോർമൽ മോഡാണ്, ബ്ലൂ കളറ്.
റെഡ് എന്ന് പറഞ്ഞാൽ പവർ മോഡാണ്, അവിടെ PWR എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. ഒന്നുകൂടെ പ്രസ് ചെയ്തത് ഇക്കോ മോഡാണ്. ഇക്കോ മോഡാണ് ഏറ്റവും നല്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഡ്രൈവിംഗ് പാറ്റേൺ ഇവിടെ കാണാൻ സാധിക്കും. പവർ, ഇക്കോ, ചാർജ്. ഈ ചാർജ് എന്ന് കൊടുത്തിരിക്കുന്നത് റീജനറേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ റീജനെ കൂട്ടാൻ വേണ്ടി തന്നെയാണ് സഹായിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഞാനിപ്പോൾ ഈ വാഹനം ഓടിക്കുന്ന ഒരു ഇക്കോ മോഡിലാണ്. ഇക്കോ മോഡിൽ അത്യാവശ്യം നന്നായിട്ട് കാല് കൊടുത്താൽ ഈ വാഹനം പോകുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഓക്കെ ഒരു ഫീലിലാണ് കിട്ടുന്നത്. അപ്പോൾ ബാക്കിൽ പാസഞ്ചർ ഉണ്ടെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലെന്നൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ കൃത്യമായിട്ട് ഇവിടെ കാണിക്കുന്നതായിരിക്കും. ബാക്കിൽ എൻ്റെ ബാഗ് ഇരിപ്പുണ്ട്, ആ ബാഗിൻ്റെയാണ് ഈ സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ വാഹനം ഓടിക്കുന്ന ഒരു EV മോഡിലാണ്. കാരണം അത് നമുക്ക് കൃത്യമായിട്ട് കാണിക്കുന്നത് അതിനകത്ത് EV ഈക്കോ എന്ന് എഴുതിയിട്ട് അതിൻ്റെ താഴെ EV എന്ന് കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ പൊസിഷൻ, ബാറ്ററിയിൽ നിന്നാണ് ടയറിലോട്ട് ഇതിൻ്റെ ഡ്രൈവ് പോകുന്നത്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഈ ഒരു വാഹനം ഒരു ഫ്രണ്ട് ഡ്രിവൺ വെഹിക്കിളാണ് വരുന്നത്. അതായത് ഈ വാഹനത്തിൻ്റെ ഡ്രൈവ് വരുന്നത് ഫ്രണ്ടിൽ നിന്നുള്ള എഞ്ചിനിൽ നിന്ന് ഡയറക്റ്റ് ഫ്രണ്ട് ടയേഴ്സിലോട്ടാണ് പോകുന്നത്. ബാക്കിലത്തെ ടയേഴ്സിന് ഒരു ബന്ധവും ഈ വാഹനത്തിൽ വരുന്നില്ല. അതായത് ബാക്കിലത്തെ ടയേഴ്സ് ഫ്രീ ആണ്. ഇപ്പം ശരിക്കും എഞ്ചിനിൽ നിന്നും ഞാനിപ്പം ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുത്തപ്പോഴേക്കും ഈ വാഹനത്തിൻ്റെ ടയേഴ്സിൽ നിന്നും നേരെ ബാറ്ററിയിലോട്ടാണ് അതിൻ്റെ കറണ്ട് ഫ്ലോ വരുന്നത്. ഇപ്പോൾ ഇക്കോയ്ക്കകത്ത് തന്നെയാണ് ഞാൻ നിന്ന് വാഹനം ഓടിക്കുന്നത്. ഇനി ഞാൻ എപ്പോഴാണോ ആക്സിലറേറ്ററിൽ നിന്ന് കാലെടുക്കുന്നത് അന്നേരം ചാർജിലോട്ട് ആ ഒരു ഗേജ് അല്ലെങ്കിൽ ആ ഒരു നീഡിൽ നമുക്ക് പോകുന്നത് കാണാൻ സാധിക്കും. കാരണം ഇവിടെ ഒന്നും ഞാൻ ആക്സിലറേറ്റ് ചെയ്യുന്നില്ല. ടയേഴ്സിൽ നിന്നും നേരെ ബാറ്ററി ചാർജ് ആകുകയാണ് ചെയ്യുന്നത്. അതായത് ലിഥിയം അയൺ ബാറ്ററി ചാർജ് ആകുകയാണ് ചെയ്യുന്നത്. അതൊരു നല്ലൊരു ഫീച്ചർ തന്നെയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ഒരു 23 കിലോമീറ്ററോളം മൈലേജ് അല്ലെങ്കിൽ ഒരു ഫ്യൂൽ എഫിഷ്യൻസി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞൊരു രീതിയിൽ വാഹനം ഓടിച്ചാൽ മാത്രം നിങ്ങൾക്ക് ഈ പറയുന്നൊരു ഫ്യൂൽ എഫിഷ്യൻസി കിട്ടത്തുള്ളൂ. അല്ലാത്ത പക്ഷം പ്രത്യേകിച്ച് ഇതൊരു ECVT ആയതുകൊണ്ട് തന്നെ കാല് കൊടുക്കുന്നതിനനുസരിച്ച് ഈ വാഹനം പറക്കും. നല്ല സ്പീഡ് നമുക്ക് ഗെയിൻ ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് ഒരു പവർ മോഡിലോട്ട് ഇട്ട് കഴിയുമ്പോൾ പിന്നെ ഒരുപാട് സെറ്റിംഗ് ആണ് ഈ ഒരു ക്ലസ്റ്റർ മീറ്ററിനകത്തുള്ളത്. ഞാൻ ഒരുപാട് നേരം ഇരുന്ന് നോക്കിയപ്പോഴേക്കും അങ്ങനെ കണ്ടുപിടിച്ചൊരു സെറ്റിംഗ് ആണ് നമ്മൾ ഈ പറഞ്ഞൊരു ബൂട്ടിൻ്റെ ഒരു സെറ്റിംഗ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ബൂട്ട് ഓപ്പണിംഗ് ഏതൊരു ലെവലിൽ വേണമെന്നൊക്കെ ഉള്ളത്. ആ ഒരു രീതി തൊട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ക്ലസ്റ്റർ മീറ്ററിനകത്ത് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ഏതായാലും നമുക്ക് കുറച്ചൊന്ന് സ്പീഡും കൂടെ ഒന്ന് എടുത്തൊന്ന് ഓടിച്ച് നോക്കാം. ഈ ഒരു സാധാരണ വഴിയിൽ പറ്റത്തില്ല. ഒരു ഹൈവേ റോഡ്സിലോ വല്ല ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ട് അതിൻ്റെ ഒരു സ്പീഡ് കാര്യങ്ങളൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. അതും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം സാധാരണ നമ്മൾ നോക്കുന്ന പോലെ. ഏതായാലും ഈ ഒരു വാഹനം നമുക്കൊരു ഡീസൽ വേരിയൻറ്റ് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ചിലപ്പം അത്രയും പെട്ടെന്ന് ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ എനിക്കത് അത്ര ഉറപ്പ് പറയാൻ സാധിക്കില്ല. പക്ഷേ ഇതിൻ്റെ ഒരു NVH ലെവലും കാര്യങ്ങളൊക്കെ നോക്കാനാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഈ വാഹനം സ്റ്റാർട്ട് ആകുന്നതും ഓഫ് ആകുന്നതും നമ്മൾ ഈ വാഹനത്തിനകത്ത് ഇരുന്ന് അറിയത്തില്ല. കാരണം ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓഫാണ്, പക്ഷെ നമ്മൾ അറിയുന്ന പോലുമില്ല. ഇപ്പോൾ ബാറ്ററിയിലാണ് ഈ വാഹനം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും ഒരു എന്താ പറയുന്ന ഒരു ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇനിയിപ്പം എഞ്ചിൻ ഓൺ ആയാൽ പോലും ചിലപ്പോൾ നമ്മൾ അറിയണമെന്നില്ല കേട്ടോ. ഏതായാലും കുറച്ച് നേരം നമുക്കൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഇപ്പോഴെല്ലാം പോകുന്നത് ബാറ്ററി തന്നെയാണ് നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കൊന്ന് എഞ്ചിൻ സ്റ്റാർട്ടായത്. ഇപ്പം എഞ്ചിൻ സ്റ്റാർട്ടായത് ഓഫായി. ടയേഴ്സിൽ നേരെ ബാറ്ററിയിലോട്ട് ചാർജ് കയറുന്നുണ്ട്. നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. സീറ്റ് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിക്ക് പൊക്കിയിട്ട് കഴിഞ്ഞാൽ എനിക്ക് ആ ബോണറ്റിൻ്റെ ഫ്രണ്ട് വരെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇതൊരു വലിയ വാഹനമാണെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ആ ഒരു ഫീൽ ഒരിക്കലും നമുക്ക് ഡ്രൈവിങ്ങിൽ ഫീൽ ചെയ്യത്തേയില്ല. ഒരു ചെറിയ വാഹനം, ഒരു സാധാരണ ഒരു കാറ് കൊണ്ട് നടക്കുന്ന ആ ഒരു ഫീല് മാത്രം നമുക്ക് കിട്ടുന്നുള്ളൂ. എനിക്ക് പ്രത്യക്ഷത്തിൽ തോന്നിയിട്ടുള്ളൊരു കാര്യം അതാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സൗണ്ട് സിസ്റ്റം നോക്കാനാണെന്നുണ്ടെങ്കിൽ തന്നെ ഭയങ്കര രസമാണ്. കാരണം 9 സ്പീക്കേഴ്സ് വരുന്നുണ്ട് വിത്ത് സബൂഫർ വരുന്നുള്ളതുകൊണ്ട് ആ സബൂഫറിൻ്റെ ഫീല് പോലും നമുക്ക് നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്. ജസ്റ്റ് ഒരു റേഡിയോ കേട്ടിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. പെൻ ഡ്രൈവോ കാര്യങ്ങളൊന്നും കണക്ട് ചെയ്യാതെ ജസ്റ്റ് ഒരു റേഡിയോയിൽ നമ്മൾ കേട്ടതിൻ്റെ ഒരു കാര്യം. പിന്നെ എനിക്ക് അത്യാവശ്യം അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു വാഹനത്തിൽ ഇഷ്ടപ്പെടാതെ പോയി അല്ലെങ്കിൽ കുറച്ചുകൂടെ ക്ലാരിറ്റി ആകാമായിരുന്നു എന്ന് തോന്നിയ ഒരേ ഒരു കാര്യം ഈ ഒരു സ്ക്രീന് മാത്രമാണ്. അത് കുറച്ച് ഫ്ലിക്കറിങ് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റോ കാര്യങ്ങളോ എല്ലാം വരാനുണ്ടോ എന്നറിയില്ല. പക്ഷേ എന്നാൽ ആ ഒരു കാര്യം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനിയിപ്പോൾ ലെയിൻ കീപ്പ് അസിസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തും കൂടെ നോക്കാം. അപ്പോൾ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും എങ്ങനെയാണ് ആ ഒരു ഫീച്ചേഴ്സും കൂടെ. ഇപ്പം നമ്മൾ ഈ കാണുന്ന അനലോഗ് മീറ്ററിനെ നമുക്ക് മാറ്റി ഡിജിറ്റലാക്കാൻ വേണ്ടി സാധിക്കും. ആദ്യം ഞാനൊന്ന് പാർക്ക് മോഡിലോട്ട് ഇടുകയാണ്. ഓക്കെ, അതിനുശേഷം ഞാൻ സെറ്റിങ്സ് എടുത്തു. സെറ്റിങ്സിനകത്ത് നമ്മുടെ ക്ലസ്റ്റർ മീറ്റർ സെറ്റിങ്സ്, അതിനുശേഷം മീറ്റർ ടൈപ്പ്, അതിനകത്ത് ഡിജിറ്റലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഡിജിറ്റൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഡിജിറ്റൽ ഇടുമ്പോൾ നമുക്ക് കൃത്യം സ്പീഡും കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് സെറ്റിങ്സ് ഉണ്ട്. ലൈറ്റിൻ്റെ സെറ്റിങ്സ്, വെഹിക്കിൾ സെറ്റിങ്സ്,
ആ വെഹിക്കിൾ സെറ്റിങ്സിനകത്താണല്ലോ ബൂട്ടിൻ്റെ സെറ്റിങ്സ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. പിന്നെ ഇനി ടയർ റൊട്ടേഷൻ, അതും കൂടെ എനിക്ക് പറയാൻ വിട്ട ഒരു കാര്യമാണ്. TPMS ഈ വാഹനത്തിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഓരോ ടയേഴ്സിനും ഇൻഡിവിജ്വലായിട്ടാണ് വരുന്നത്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ടയർ റൊട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മീറ്ററിലും കൂടെ അത് സെറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് റൈറ്റ് സൈഡിലെ ടയർ ബാക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കത് എങ്ങനെ അറിയാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ, ഇവിടെ അത് കൃത്യമായിട്ട് സെറ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വാഹനം പിന്നീട് നമുക്ക് ലെഫ്റ്റ് സൈഡിലെ ടയർ ആയിരിക്കും പഞ്ചർ ആവുന്നത്, പക്ഷേ നമുക്ക് ഇതിൽ കാണിക്കുന്ന റൈറ്റ് സൈഡ് ടയർ എന്നായിരിക്കും. അതുകൊണ്ട് ആ ഒരു കാര്യമൊക്കെ ഇവിടെ വളരെ കറക്റ്റായിട്ട് TPWSനകത്ത് കൃത്യമായിട്ട് അത് സെറ്റ് ചെയ്തോണം. ഇനി ഈ വാഹനത്തിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. ആദ്യം തന്നെ നമുക്ക് അത്യാവശ്യം നമ്മുടെ അഡാസിൻ്റെ ഫീച്ചറൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാനിപ്പോൾ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഇട്ടിട്ടുണ്ട്, ലെയിൻ കീപ്പ് അസിസ്റ്റും ഇട്ടിട്ടുണ്ട്. അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോളിൻ്റെ ഞാനൊരു ഏകദേശം 53 ഇട്ടിട്ടുണ്ട്. ഞാൻ ഫ്രീ ആയിട്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഫ്രീ ആയിട്ടിരിക്കുക. പക്ഷേ ഇതിനകത്ത് പറയുന്നുണ്ട് ലെയിൻ കീപ്പ് ആണെങ്കിലും ഒന്ന് നമ്മൾ സ്റ്റിയറിങ്ങിൽ ഒന്ന് ഹാൻഡിൽ ചെയ്തോണമെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഞാനിപ്പോൾ ഏതായാലും സ്റ്റിയറിംഗ് വിട്ട് ഫ്രീ ആയിട്ടിരിക്കുകയാണ്. 52 കിലോമീറ്റർ സ്പീഡാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാൻ സ്പീഡ് ഒരു അല്പം കൂടെ ഒന്ന് കൂട്ടുകയാണ്. 58, 59 ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലത്തെ വാഹനത്തിൻ്റെ ഇതും കൂടെ നോക്കി ഇവൻ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തോളൂ. ഇപ്പം 42 പോകുന്നതിൻ്റെ കാര്യം ഫ്രണ്ടിലത്തെ ഓട്ടോ ആൾ തന്നെയാണ്. അപ്പോൾ ഞാൻ ഏതായാലും ഒന്ന് ആക്സിലറേറ്റ് ചെയ്യുകയാണ്. നമുക്കായിട്ട് തന്നെ ആക്സിലറേറ്റ് ചെയ്തൊന്ന് സ്പീഡ് കൂട്ടാനുള്ള ഓപ്ഷനുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് ആക്സിലറേറ്റ് ചെയ്തു, സ്പീഡ് കൂട്ടി. ഇനി ഞാൻ ആക്സിലറേഷൻ നിർത്തുകയാണ്. ഇപ്പം ലൈൻ പക്കയായിട്ട് പോകുന്നുണ്ട്. യെസ്, ഒരു വാഹനം പോയതിൻ്റെ കാണിക്കുന്നുണ്ട്. അഡാസ് പക്കയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുവിധം ഓക്കെ എന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. എന്നാലും എഫക്റ്റീവാണ്. ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ ഞാൻ 59 സെറ്റ് ചെയ്തിട്ടുണ്ട്. ലൈൻ ട്രാക്കിംഗ് അസിസ്റ്റ് അൺഎബിൾ സൂൺ ടേക്ക് കൺട്രോൾ എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. അതായത് സ്റ്റിയറിംഗ് വീല് ശ്രദ്ധിച്ചോണം, ലൈനിൽ എവിടേക്കോ ചെറിയ സംശയങ്ങൾ വരുന്നുള്ളതുകൊണ്ടായിരിക്കണം ഇങ്ങനെ വരാനുള്ള സാധ്യത എന്ന് പറയുന്നുണ്ട്. എന്നാലും ഞാൻ ചെറുതായിട്ടൊന്ന് അസിസ്റ്റ് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും ഈ വാഹനം ഓടിക്കുന്നത്. 59 കിലോമീറ്റർ സ്പീഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കൃത്യം 59 കിലോമീറ്റർ ആണ് ഇപ്പോൾ ഈ വാഹനം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആക്സിലറേറ്റ് ഒന്നും ചെയ്യുന്നില്ല, ഫ്രീ ആയിട്ടിരിക്കുകയാണ്. ലൈനിന് പ്രശ്നമുണ്ട്, ശ്രദ്ധിച്ചോണം എന്നോട് പറയുന്നുണ്ട്. അവൻ വിട്ടിട്ടുണ്ട്. ഇനി ഞാൻ വേണമെങ്കിൽ കൈകൊണ്ട് തിരിച്ചോളാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പോയി. അപ്പം ഇവിടുത്തെ ലൈൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ലൈനിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊരു സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഈ അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ ഉള്ളതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം വൺസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് ആക്സിലറേറ്റ് ചെയ്താലും അത് മെയിൻറ്റെയിൻ ചെയ്ത് പൊക്കോളും. അങ്ങനൊരു ഗുണം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ലൈൻ ഓക്കെ ആണ്. അവൻ അതിനനുസരിച്ച് പോകാൻ ശ്രമിക്കുന്നുണ്ട്, തിരിക്കുന്നൊക്കെ ഉണ്ട്. ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഏതായാലും കുഴപ്പമില്ല. ഇനി നമുക്ക് കുറച്ചൊന്ന് സ്പീഡിലും കൂടെ ഒന്ന് ഓടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ആ ഒരു ഇതും കൂടെ നോക്കാം. അത് പവർ മോഡിലോട്ട് ഇട്ടിട്ട് ഈക്കോയിൽ നമ്മൾ എങ്ങനെ കാല് കൊടുത്തെന്ന് പറഞ്ഞാലും അതിൻ്റെ ഐഡിൽ നമുക്ക് ശരിക്കും ഒരു ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്, നല്ല രീതിക്ക് ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അത് കയറി വരുന്ന ഭയങ്കര ഒരു 2000 cc എഞ്ചിനുള്ളൊരു വാഹനം ഓടിക്കുന്ന ഒരു ഫീൽ ഒരിക്കലും നമുക്ക് ഈ വാഹനത്തിൽ നിന്ന് കിട്ടത്തില്ല, അതൊരു ഈക്കോ മോഡിലാണെങ്കിൽ. കാരണം എനിക്ക് തോന്നുന്നു അതുപോലെ ട്യൂൺ ചെയ്തിട്ടുണ്ടായിരിക്കും ഈ വാഹനത്തിൽ. അത് വേറൊന്നും കൊണ്ടല്ല, ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടാൻ വേണ്ടി തന്നെ. ഈ പറയുന്ന പോലെ 23 കിലോമീറ്റർ മൈലേജ് ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്യൂണിങ് ഉണ്ടെങ്കിലേ നടക്കാൻ സാധ്യതയുള്ളൂ. അപ്പം നമുക്ക് ഏതായാലും റിവേഴ്സ് എടുത്ത് ഒന്ന് സ്പീഡ് ടെസ്റ്റും കൂടെ ഒന്ന് നടത്തി നോക്കാം. അപ്പോൾ നമുക്കൊരു 0 to 100 ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞ പോലെ പവർ മോഡിലോട്ടൊന്നിടാം. യെസ്, പവർ മോഡ്. അപ്പോൾ ഞാൻ ഫുൾ ത്രോട്ടിൽ അങ്ങ് അറ്റത്തെ പവർ പിടിച്ചിട്ടുണ്ട്. ഏതായാലും 57, 68, 70. യെസ്, ടു ബി വെരി ഫ്രാങ്ക്, ഒരു 2000 cc ഒരു ഔട്ട്പുട്ടായിട്ട് എനിക്ക് തോന്നിയില്ല. എന്നാൽ ഓക്കെ, പിന്നെ ഇത്ര വലിയ വാഹനമാണ്, അത്ര വെയിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഓക്കെ. പക്ഷേ പവർ മോഡ് ഒരു രക്ഷയില്ല. ഇപ്പം ഞാനിപ്പം ഒന്ന് സ്പീഡ് ഡൗൺ ചെയ്ത് ഏകദേശം ഒരു 60 ഒക്കെ വന്നിട്ടുണ്ട്. സഡനായിട്ട് ഞാനൊന്ന് ആക്സിലറേറ്റർ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നാണ് കയറി പോകുന്നത്. ഇനി ഒരു മോശപ്പെട്ട വഴിയും കൂടെ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. എങ്ങനെയുണ്ട് ഒരു യാത്രാസുഖമൊന്നും കൂടെ ഒന്നറിയാം.
കുറച്ചുകൂടെ സ്റ്റിഫർ സൈഡാണ് നമ്മുടെ ഷോക്ക്. പക്ഷേ അത്ര മോശമൊന്നും പറയാൻ പറ്റില്ല, ഒരുപാട് നല്ലതൊന്നും പറയാൻ പറ്റില്ല, ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന രീതി. കാരണം ഇത്രയും വെയിറ്റ് വരുന്നൊരു വാഹനം കൂടെ ആയതുകൊണ്ട്, പിന്നെ ഒരു ഫ്രണ്ട് വീൽ ഡ്രിവൺ വെഹിക്കിളാണ്, അതിൻ്റേതായ ഒരു ചെറിയ പോരായ്മയും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ നോവ ക്രിസ്റ്റയൊക്കെ ഓടിച്ചതിന് ശേഷം ഹൈ ക്രോസിൽ ഓടിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു വ്യത്യാസം നമുക്കത് ഫീൽ ചെയ്യും. ഈ വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടും, അതായത് ഈ വാഹനം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം. ടെസ്റ്റ് ഡ്രൈവ് നിങ്ങൾക്ക് ഇവിടുത്തെ ടൊയോട്ടാസിലെല്ലാം അവൈലബിൾ ആണ്. ഞാനിതിപ്പം കോട്ടയം നമ്മുടെ കോടിമതയിലുള്ള ടൊയോട്ടയിൽ നിന്നാണ് ഈ ഒരു വാഹനം ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അവരുടെ കോൺടാക്ട് നമ്പറും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തോളാം. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏതായാലും നമുക്ക് ഈ വാഹനം ഗട്ടർ റോഡിൽ ഞാൻ നോക്കിയെടുത്തോളം ഒരു ഓക്കെ ഫീൽ തന്നെയാണ് എനിക്ക് കിട്ടുന്നത്. മോശമാണെന്ന് പറയുന്നില്ല ഒരിക്കലും, പക്ഷേ ഒരു ഓക്കെ ഫീലാണ് ഞാൻ പറയുന്നത്. ബാക്ക് സീറ്റിലെ കംഫോർട്ടും കൂടെ ജസ്റ്റ് നോക്കാൻ വേണ്ടി ഞാനിവിടെ പുറകിലോട്ടൊന്ന് കയറി ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ലെഗിൻ്റെ സപ്പോർട്ട് അതൊരു വലിയ കാര്യം തന്നെയാണ്. എനിക്ക് നല്ല രീതിക്ക് കണ്ടോ ഇതുപോലെ ഒന്ന് സപ്പോർട്ട് കൊടുത്ത് അധികം തൂക്കിയിട്ടിരുന്നത് ഞാൻ പറയത്തുള്ളൂ. എന്നാൽ നല്ല രീതിക്ക് എനിക്ക് നല്ല തൈ സപ്പോർട്ട്, കാരണം തൈ സപ്പോർട്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ സെറ്റ് ചെയ്യുന്നൊരു രീതിയിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ നമുക്ക് ചാരി ഇരിക്കാൻ പറ്റുന്ന രീതി, ഇവിടെ സൈഡിലെ സ്വിച്ച് ഞാൻ കാണിച്ചായിരുന്നു, അതിൽ നല്ല രീതിക്ക് ഒരു ബോസ് എന്നുള്ള രീതിയിൽ നമുക്കിങ്ങനെ ഇരുന്ന് ട്രാവൽ ചെയ്യാൻ സാധിക്കും. വെയിലൊക്കെ വരികയാണെങ്കിൽ അത് ജസ്റ്റ് മേലോട്ടൊന്ന് കയറ്റി വെച്ച് ഒക്കെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ലൊരു കംഫോർട്ടബിൾ ഡ്രൈവ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് വേണം എപ്പോഴും ഡ്രൈവ് ചെയ്യേണ്ടത് ഞാൻ എപ്പോഴും പറയും, കാരണം അതൊരു സേഫ്റ്റിയുടെ ഫീച്ചർ തന്നെയാണ്. ഈ ബാക്കിലത്തെ കേസ് ഞാൻ പറഞ്ഞ പോലെ ഹെഡ് റെസ്റ്റ് വെക്കാതിരുന്നാൽ മാത്രമേ ഉള്ളൂ ബാക്കിലത്തെ വിഷൻ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് നല്ല രീതിക്ക് ഇതുപോലെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഇനിയിപ്പം പുറത്തെ എയറോ കാര്യങ്ങളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ ഒരു രീതിക്കും എനിക്ക് ബാക്കിലിരുന്ന് ഡ്രൈവ് കംഫോർട്ട് കിട്ടുകയും ചെയ്യും നല്ല രീതിക്ക്. അതായത് എനിക്ക് തോന്നുന്നൊരു ഫാമിലിക്ക് ഒരു 5 അല്ലെങ്കിൽ 6 പേര് അടങ്ങുന്ന ഒരു ഫാമിലിക്കൊക്കെ ഏറ്റവും നല്ലൊരു വാഹനമായിരിക്കും ഈ പറയുന്ന ഒരു ഇന്നോവ ഹൈ ക്രോസ്.